പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ചിന്റെ പ്രസിഡന്റും സിഇഒയും തോമസ് ജെഫേഴ്സൺ യൂണിവേഴ്സിറ്റി ഓങ്കോളജി വിഭാഗം ക്ലിനിക്കൽ പ്രൊഫസറും ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ മുതിർന്ന ഉപദേശകനുമായ ഡോക്ടർ എം.വി. പിള്ളയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി. ഡോക്ടർ എം.വി. പിള്ളയുമായി സംസാരിക്കുന്നത് എം.വി. ശശികുമാർ. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ എം.വി. പിള്ളയാണ്. അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള നിരവധി ക്യാൻസർ ചികിത്സാ സ്ഥാപനങ്ങളിൽ മേധാവിയും പ്രൊഫസറുമായി പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ എം.വി. പിള്ള ക്യാൻസർ ചികിത്സാ രംഗത്ത് ഗവേഷണം നടത്തുന്ന അമേരിക്കയിലെ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ചിന്റെ പ്രസിഡന്റായും സിഇഒയായും പ്രവർത്തിക്കുന്നു. ക്യാൻസർ ചികിത്സാ രംഗത്തെ നൂതന പ്രവണതകളും അതോടൊപ്പം ഈ രംഗത്ത് ഇത്രയും ഉന്നതിയിലെത്തിയ ഡോക്ടർ എം.വി. പിള്ളയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. സ്നേഹാദരങ്ങളോടെ ഡോക്ടർ എം.വി. പിള്ളയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരിക്കലും രോഗി രക്ഷപ്പെടാൻ ഇടയില്ലാത്ത മാരക രോഗം എന്നാണ് പലരുടെയും ധാരണ. താങ്കളുടെ അനുഭവത്തിൽ ഈ ധാരണ തിരുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്നും ഒരു നല്ല ശതമാനം ക്യാൻസറുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അതിന് കാരണം രോഗനിർണയം വൈകിപ്പോകുന്നത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് കിട്ടിയൊരു വലിയ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചാൽ പല ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാമെന്നും ഒരു വലിയ ശതമാനം ക്യാൻസറുകളെ നിയന്ത്രിച്ച് നിർത്തി, ഇപ്പോൾ ഒരു 80 വയസ്സായ ഒരാളിന് ക്യാൻസർ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, ആ ക്യാൻസർ നിയന്ത്രിച്ചൊരു 10 കൊല്ലം കൂടെ അങ്ങേർക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ആയുസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നതിനകത്ത് വാസ്തവമുണ്ട്. കാരണം ഒട്ടുമിക്ക ക്യാൻസറുകളും ഡോക്ടർമാരുടെ അടുക്കലെത്തുമ്പോഴേക്കും പടർന്ന് പിടിച്ചു കഴിയും. ഇപ്പം തീ കെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് തീയെ പേടിക്കുന്ന പോലെയാണ്. തീ കെടുത്താൻ പറ്റാത്തത് തീ സമയത്ത് കെടുത്താൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫയർ എഞ്ചിനെയൊക്കെ വിളിക്കേണ്ടി വരുന്നത്. ആ ഫയർ എഞ്ചിനെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുളം വെള്ളം എടുത്ത് അടുപ്പിലോട്ട് ഒഴിച്ച് കെടുത്താവുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ക്യാൻസർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കാലയെ കൂട്ടി ചികിത്സിച്ച് ഭേദമാക്കാനും മരണത്തിൽ നിന്ന് രോഗികളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ബ്ലഡ് ക്യാൻസറിലൊക്കെയാണ് വലിയ വിപ്ലവങ്ങൾ നടന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജൊക്കെ പഠിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അക്യൂട്ട് ലിംഫാറ്റിക് ലുക്കീമിയ അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാലത്താണെങ്കിൽ പോകുന്നത്. അപ്പോൾ അത് 85 to 90% ക്യൂർഡാണ്. ഈ 85 to 90% ക്യൂർ ആകാത്ത ബാക്കി കിടക്കുന്ന 10-15% അവർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാർ ടി തെറാപ്പി എന്ന് പറയും. ഷിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽ തെറാപ്പി. അതുകൊണ്ട് ക്യൂർ ചെയ്യാം. അപ്പോൾ ഏതാണ്ട് 100% ക്യൂർ ചെയ്ത് ഭേദപ്പെടുത്താവുന്ന ഒരു രോഗമായിട്ട് വരികയാണ് കുഞ്ഞുങ്ങളിൽ വരുന്ന അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. അതേപോലെ തന്നെയാണ് പ്രായമായതിൽ വരുന്ന ഡിഫ്യൂസ് ലിംഫോമ. പണ്ടൊക്കെ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി മലയാളമൊന്നും ഇല്ലാന്ന്. ഇപ്പോൾ ഡിഫ്യൂസ് ലിംഫോമ പകുതിയിലധികം 60-70% നമ്മൾ ക്യൂർ ചെയ്യുകയാണ്. പിന്നെ സത്തിന് വന്ന രോഗമുണ്ട് മൾട്ടിപ്പിൾ മയലോമ. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അനുഭവങ്ങൾ പാളിച്ചുകൾ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്നു. മദ്രാസിലേക്ക് ജെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നു. തിരുവനന്തപുരത്ത് വരുന്നു. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരുന്ന ഡോക്ടർ പൈസാർ അദ്ദേഹത്തെ പരിശോധിക്കുന്നു. പരിശോധനയിൽ നിന്ന് ഒരു കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്താൻ കഴിയാത്ത കാരണം സ്പെസിമെനൊക്കെ വെല്ലൂരോട്ട് അയക്കുന്നു. വെല്ലൂരിലെ ഡോക്ടർ പദം സിംഗ് നോക്കിയിട്ട് പറഞ്ഞു മയലോമയാണെന്നാണ് എൻ്റെ സംശയം, നമുക്കെന്നാലും മേയോ ക്ലിനിക്കിൽ കൂടെ അയക്കാമെന്ന് പറഞ്ഞു. അമേരിക്കയിലെ മേയോ ക്ലിനിക്കിൽ അയക്കുന്നു. അവിടെയുള്ള ഡോക്ടർ ലൂത്ര എന്ന പെത്തോളജിസ്റ്റ് നോക്കിയിട്ട് കൺഫേം ചെയ്യുന്നു മൾട്ടിപ്പിൾ മയലോമ. മൾട്ടിപ്പിൾ മയലോമയ്ക്ക് അന്ന് ഡയഗ്നോസ് ചെയ്താൽ 1-1.5 കൊല്ലം വരെയൊക്കെയുള്ള ആയുസ്. ഇന്ന് 10 കൊല്ലം വരെയായിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. തന്നെയുമല്ല ഇപ്പോഴത്തെ ദ്രുതഗതിയിലുള്ള ആ മുന്നോട്ടുള്ള പോക്ക് തുടരുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലത്തിനിടയ്ക്ക് മൾട്ടിപ്പിൾ മയലോമയെ ക്യൂർ ചെയ്യുന്നൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ വലിയ 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 പരിവർത്തനങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പഴയതുപോലെ TB വന്ന് മരിച്ചുപോയി, ടൈഫോയിഡ് വന്ന് മരിച്ചുപോയി, കോളറ വന്ന് മരിച്ചുപോയി, ആ കാലം പോലെയാണ് ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്ന് 2023 നമ്മൾ രേഖപ്പെടുത്തിയാൽ 2033 ആകുമ്പോഴത്തേക്ക് ലോകത്തുള്ള ഇത് ഏത് രാജ്യമതാ എന്തിനാണ് മരിച്ചുപോയെന്ന് ചോദിക്കും. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു സംക്രമണ സന്ധ്യയിൽ നിൽക്കുകയാണ്, ട്രാൻസിഷൻ സോൺ. വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പല വികസിത രാജ്യങ്ങളെക്കാളും ക്യാൻസർ രോഗബാധയുടെ തോത്, റേറ്റ് ഓഫ് ക്യാൻസർ നമ്മുടെ നാട്ടിൽ കുറവാണെന്ന് ചില കണക്കുകൾ പറയുന്നു. ഇത് ശരിയാണോ? ഇത് എന്തുകൊണ്ടാകാം? ശരിയല്ല. കാരണം നമുക്ക് കൃത്യമായ കണക്കുകളില്ല. ഇപ്പം ഞാനിപ്പോൾ കോട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രിയിൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്രിവെൻറ്റീവ് ഓങ്കോളജിയുടെ പ്രൊഫസറുണ്ട്, ഷർമീള പിമ്പിൾ. അവർ പ്രൊഫസറാണ്. ഞാൻ അവരോട് ചോദിച്ചു ഇന്ത്യയിലെ ക്യാൻസറിൻ്റെ കണക്ക് തരാമെന്ന്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലോകപ്രശസ്തമായ സ്ഥാപനമാണ്
ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇപ്പോഴും നമ്മുടെ ഒരു സുപ്രീം കോടതിയിലിരിക്കുകയാണ്. അവർ പറഞ്ഞു 16% ക്യാൻസറെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. 84% ക്യാൻസറും രജിസ്റ്റർ ചെയ്യുന്നതില്ല. അപ്പോൾ നമ്മൾ ഈ 16% ക്യാൻസർ രോഗികളുടെ കണക്ക് ഊഹോപോഹങ്ങളിൽ കൂടെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യും, വലിച്ചു നീട്ടിയാണ് ഈ കണക്കുകളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ ഏത് ഡോക്ടറോട് ചോദിച്ചാലും പറയും പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് വരുന്നപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ കൃത്യമായ കണക്ക് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുണ്ടാകുന്നത് വരെ നമുക്ക് ഈ ഡോക്ടർമാർ പറയുന്നത് വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇക്കൊല്ലം പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യം, കേരളത്തിലെ തെക്ക് വടക്കുള്ള ഓരോ ഗ്രാമത്തിലെയും ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് രേഖപ്പെടുത്താനൊരു മൂവ്മെൻറ്റ് സ്വകാര്യ മേഖലയും ഗവൺമെൻറ്റും സംയുക്തമായിട്ട് തുടങ്ങാനൊരു ആലോചനയുണ്ട്. അത് നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നടന്നാൽ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്ററും കൊച്ചിയിലെ ക്യാൻസർ സെൻറ്ററും മലബാർ ക്യാൻസർ സെൻറ്ററും അതാത് സ്ഥലങ്ങൾക്കും ചുറ്റുപാടുമുള്ള ക്യാൻസറിൻ്റെ രജിസ്റ്റർ നടക്കുന്നത്. എന്നിട്ട് നമ്മൻ്റെ ശരാശരി എടുത്ത് 14 കൊണ്ട് ഗുണിച്ചാണ് നമ്മുടെ കണക്കുകൾ. ഇതിലൊരുപാട് തെറ്റുകളുണ്ട്. കാരണം ഈ ഫോക്കൽ ഏരിയ എന്ന് പ്രാദേശികമായിട്ട് ഏതെങ്കിലും ക്യാൻസർ വളർന്നു കൂടി വരുന്നതാണെങ്കിൽ അറിയില്ല. ഇപ്പോൾ നമ്മൾ കാസർഗോട്ട് എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട് ക്യാൻസർ കൂടണമെന്ന് അറിയണമെങ്കിൽ അവിടെ ചെന്ന് അവിടുത്തെ ഇൻസിഡൻസ് നോക്കിയെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ കേൾക്കാറുണ്ട് കൊച്ചിയിൽ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കാരണം മയലോമ കൂടുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, കണക്ക് നമ്മുടെ കയ്യിലില്ല. ഇതുകൂടാതെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി നിരവധി പേർ പോകുന്നുണ്ടല്ലോ. അവരുടെ കണക്ക് എവിടെ വരും? ഒരിടത്തും വരുന്നില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഈ കാര്യം ആലോചിച്ചില്ല എന്നുള്ളത് എന്താണ് എൻ്റെ ഒരു വലിയ അതിശയം. ഇത്രയും വിദ്യാഭ്യാസ പ്രബുദ്ധതയും ആരോഗ്യ സൂചികളിൽ ലോകോത്തര നിലവാരമൊക്കെ പുറത്തുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് ഉത്തരം കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും ചോദിക്കും. പിന്നെ ആൾക്കാർ വിചാരിക്കും ഞാനിത് പറയുമ്പോൾ ഇത് അമേരിക്കയിൽ ഇവിടെ കൊണ്ടിറക്കാമെന്നോ. അതല്ല, ഇത് അമേരിക്കയിലുള്ളത് നമുക്കെല്ലാം അറിയാൻ ആഗ്രഹമുള്ളതാണ്. ഇപ്പം മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ഒരു തരം ക്യാൻസർ കൂടുന്നു ഒരുപാട് പേര് പറയാനുണ്ടോ? നമുക്കൊരു വിവരമില്ല. കുട്ടനാട്ടിൽ ഈ പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും ഉപയോഗിക്കുന്നതാണ് ലിംഫോമ ലുക്കീമിയ എന്ന് കൂടുന്നു പറയുന്നു. നമുക്കറിഞ്ഞൂടാ കൃത്യമായിട്ട്. ചവറ, നീണ്ടകര, ലോഹമണലുള്ള സ്ഥലത്തു നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കാരണം തൈറോയ്ഡ് ക്യാൻസർ കൂടുന്നു പറയുന്നുണ്ട്. കൂടുന്നുണ്ടായിരിക്കാം, കൃത്യമായ കണക്ക് നമുക്കില്ല. ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വികസിച്ച് വരികയാണെങ്കിൽ 2026 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായ കണക്കുകൾ ഇപ്പം എളുപ്പമായി ചെയ്യാൻ. എന്താ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാണ്. ഇപ്പം എന്താ പറയുക, ഇവിടെ നമ്മുടെ വഴിക്കാട്ട് ഒരു പത്തോളജിസ്റ്റ് നോക്കിയപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു. മൊബൈൽ ഫോണിൽ കൂടി ഗവൺമെൻറ്റിന് വിവരം അറിയിക്കാം. പേഷ്യൻ്റെ പേരൊന്നും വേണ്ട, ആധാറിലെ നമ്പറും കൊടുത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസ് ഇത്രാം തീയതി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു ഏത് സ്റ്റേജാണ്, ഏത് ഡോക്ടറാണ് ചികിത്സിക്കുന്നത്, എന്ത് ചികിത്സയാണ് എടുക്കുന്നത്. അത്രയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പം വിഭാവനം ചെയ്യുന്നത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുന്നുവെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഇന്ന് ലോകത്ത് ലഭ്യമായ അത്തരം സൗകര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തും ഭാരതത്തിലും ലഭ്യമാണോ? ലോകത്താകമാനം ഒരു സ്റ്റാൻഡേർഡ് റെജീം ഈ ട്രീറ്റ്മെൻറ്റിനുണ്ടോ? ഈ ചികിത്സയ്ക്ക് അങ്ങനെ ഒരു നടപടിക്രമം എല്ലായിടത്തും ഒരേപോലെയാണോ? എങ്ങനെയാണ് നമ്മൾ പിന്തുടരുന്നത്? നല്ല ചോദ്യമാണ്. കാരണം ഇതാണ് WHO പല പ്രോജക്റ്റിൻ്റെയും ലക്ഷ്യം. ഉദാഹരണമായിട്ട് 1991 മുതൽ 2021 വരെ അമേരിക്കയിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നുള്ള മരണനിരക്ക് കുറഞ്ഞു, 30% കുറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് നല്ല കാര്യമാണല്ലോ, കൃത്യമായ കണക്കുകൾ അവർക്കുണ്ട്. ഈ 30% കുറയാനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പം നേരത്തെ മാമോഗ്രാം ചെയ്തു തുടങ്ങി, ഹോർമോൺ കഴിക്കുന്നത് നിർത്തിവെച്ചു, വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു, കൃത്യമായിട്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് പുതിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തെല്ലാം ഭേദമാക്കി. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ കണക്ക് വെച്ചുകൊണ്ട് WHO ഇപ്പോൾ ചെയ്യുന്നത് ലോകത്തെവിടെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായാലും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് സംശയിച്ചാൽ ഉടനെ തന്നെ അടുത്ത 60 ദിവസത്തിനിടയ്ക്ക്, അണ്ടർലൈൻ 60 ദിവസത്തിനകം ഒരു ഡോക്ടറെ അത് ബയോപ്സി ചെയ്ത് ക്യാൻസറാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഇംഗ്ലണ്ടിലത് 62 ദിവസം, 2 ദിവസം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം മിനിഞ്ഞാന്നത്തെ എക്കോണമിസ്റ്റ് പീരിയോഡിക്കലിൽ ഒരു വലിയ പരാതിയുണ്ട്. 62 ദിവസത്തിനകത്ത് ഡയഗ്നോസ് കൺഫേം ചെയ്യണമെന്ന് WHO നിർദ്ദേശിച്ചിട്ട് ശരാശരി സ്ത്രീകൾ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ 120 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. ഇംഗ്ലണ്ട് പോലെ ഒരു വികസിത രാജ്യത്ത്, താരതമ്യേന സമ്പന്നമായ രാജ്യത്ത് ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ കാര്യം ചോദിക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ലോകത്തെമ്പാടും ഒരു ബ്രസ്റ്റ് ലംബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 60 ദിവസത്തിനിടയ്ക്ക് അത് ബയോപ്സി ചെയ്ത് ക്യാൻസർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഏത് ഡോക്ടർ കയറുന്നു അതിൻ്റെ ഉത്തരവാദി അയാൾക്ക് അതിൻ്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി വരികയാണ്. അപ്പോൾ അത് മെഡിസിനിൽ നിന്ന് മാറി ലാ ഏറ്റെടുക്കും. അങ്ങനെ ഒരു സ്ഥിതിഗതിയിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ചികിത്സയിലും. എങ്ങനെ ചികിത്സിക്കണം, ചികിത്സ കഴിഞ്ഞ് ഭേദമായത് എങ്ങനെ രേഖപ്പെടുത്തണം, അത് കഴിഞ്ഞിട്ട് അവരുടെ സർവൈവേഴ്സിനെ എങ്ങനെ. ഇപ്പോൾ തിരുവനന്തപുരത്തെ RCCയിലെ കുട്ടികൾ നല്ല ചികിത്സ ലഭിച്ചുകൊണ്ടായിരിക്കണം. 4000 കുട്ടികൾ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്, 4000 പേര്. അവർ 12, 13, 14 വയസ്സായ കുട്ടികളൊക്കെ ഇനി അവരുടെ ജീവിതകാലത്ത് എന്തൊക്കെയാണ് അവർക്ക് വരാൻ സാധ്യതയുള്ളത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ശാരീരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്.
അപ്പോൾ ഇതൊരു പുതിയ മേഖലയായിട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ സ്പീഡ് കുറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇതെല്ലാം ഇവിടെ വരുന്നു, ഇന്ത്യയിലും വരുന്നുണ്ട്. നമ്മൾ വളരെ പുറയിലാണ്. എനിക്ക് തോന്നുന്നില്ല ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാവനാശൂന്യത അല്ല ഇതിൻ്റെ കാരണം. നമ്മുടെ സിസ്റ്റത്തിൽ താഴോട്ട് ഇറങ്ങുന്നില്ല. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, കപ്പ് ആൻഡ് ദ ലിപ്പ്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഒരുപാട് വീഴ്ചകൾ വരുന്നു. അതാണ് നമ്മൾ ഇനി അഡ്രസ്സ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു നല്ല പദ്ധതി പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ അവതരിപ്പിച്ചിട്ട് അത് ഫലപ്രാപ്തിയിലെത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? അത് നമ്മൾ പഠിക്കണം. അത് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് പഠിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാണ്. അല്ലാണ്ട് നമ്മൾ അമേരിക്കയിൽ എങ്ങനെയാണ്, കാനഡയിൽ എങ്ങനെയാണ്, ജപ്പാനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ വേറൊരു തരത്തിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ അമേരിക്കയിലെ ഈ 30% ഡിക്ലൈൻ കറുത്ത വർഗ്ഗക്കാർക്ക് കിട്ടുന്നില്ല, ഹിസ്പാനിക്സിൽ കിട്ടുന്നില്ല, അമേരിക്കൻ ഇന്ത്യൻസ്, റെഡ് ഇന്ത്യൻസ് എന്ന് പറയില്ല, അവരുടെ ഇടയിൽ കാണുന്നില്ല. അപ്പോൾ വെള്ളക്കാരിലാണത് ഈ ബെനിഫിറ്റ് കണ്ടത്. അപ്പോൾ വെള്ളക്കാരെ കുറേ കൂടെ താരതമ്യേന വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്, ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ വ്യാപൃതരാകുന്നവരാണ് മറ്റവരിൽ. അപ്പോൾ അതാണ് അടുത്ത് അവർക്ക് എങ്ങനെ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ അങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പം അട്ടപ്പാടിയിൽ ട്രൈബൽസിൻ്റെ ഒരു ഗവൺമെൻറ് തുടങ്ങുകയാണ്. വളരെ നല്ല ആശയമാണ്. ട്രൈബൽ ആൾക്കാരുടെ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണ്, ഈ ദുശ്ശീലങ്ങൾ അവരെ ക്യാൻസറിന് വിധേയരാക്കുന്നുണ്ടോ, അതാണ് ഞങ്ങൾ പഠിക്കാൻ വന്നത്. തുടങ്ങിക്കഴിഞ്ഞു പഠനം. ഇത്തരം പഠനങ്ങളാണ് കേരളത്തിന് വളരെ ആവശ്യം. ഞാൻ ചോദിച്ചു വന്നത്, നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ലോകോത്തര നിലവാരത്തിൽ നമുക്കിവിടെ സ്വകാര്യ മേഖലയിലെങ്കിലും ലഭ്യമാണോ? ഉണ്ട്. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ട സ്വകാര്യ മേഖല എന്ന് പറഞ്ഞിടത്താണ്. കാരണം സ്വകാര്യ മേഖല പൊതുമേഖലയെക്കാട്ടും ബഹുദൂരം മുന്നോട്ട് പോയി. കാരണം വളരെ പണച്ചെലവുള്ളതാണ് ഇപ്പോൾ ആധുനിക ക്യാൻസർ ചികിത്സ. അതിൻ്റെ എക്യുപ്മെൻറ്റിന് കോസ്റ്റ് ഉണ്ട്, മെഡിസിന് കോസ്റ്റ് ഉണ്ട്, കോർഡിനേഷൻ ഓഫ് കെയറിന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുമാതിരി സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവാണ്. ഗവൺമെൻറ് തന്നെ കണക്കാണ്, 66% രോഗികളും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളാണ് ചികിത്സിക്കുന്നത്. ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിച്ച കണക്കാണ്. അവിടെയാണ് ഈ കൂടുതൽ പുരോഗതി വരുന്നത്. നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളും കൈപിടിച്ചുയർത്തിയെങ്കിലേ നമുക്ക് ഒരു സംസ്ഥാനമൊട്ടാകെ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് മാറിയ ഒരു ചോദ്യം, താങ്കൾ മലയാള സാഹിത്യത്തിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 50-അടുത്ത് വർഷങ്ങളായി താങ്കൾ വിദേശത്താണ്. താങ്കൾക്ക് താങ്കളുടെ പ്രവാസ ജീവിതത്തിൽ നഷ്ടബോധം ഉണ്ടാകാറുണ്ടോ? ഒട്ടുമില്ല. കാരണം എൻ്റെ തൊഴിലായതുകൊണ്ട. ഇപ്പം ഞാനൊരു ഇംഗ്ലീഷ് ലെക്ചറോ എക്കണോമിക്സ് ലെക്ചറോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു നഷ്ടം. ഈ മെഡിസിൻ്റെ ദർസ് നോ അതർ കൺട്രി ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് അവരുടെ എക്വിപ്മെൻറ്റും ടെക്നോളജിയും തന്നെയല്ല, ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി എനിത്തിങ് യു വാണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ശശികുമാർ തന്നെ കാർഡിയോളജിസ്റ്റായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശശികുമാറുടെ ആഗ്രഹം തോന്നുകയാണ്, എനിക്ക് ഒരു ന്യൂറോ സർജനായി കൊള്ളാം. അതിനവിടെ ഒരു നഷ്ടവും വരാതെ തന്നെ ന്യൂറോ സർജനിലോട് മാറാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. പല എഞ്ചിനീയേഴ്സും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്നാണ് മെഡിസിൻ പഠിച്ച് ലോകപ്രശസ്തരായി തീർന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഡയറക്ടറായിരുന്നു ഹാരോൾഡ് വാർമസ്. സാഹിത്യത്തെ താല്പര്യമുള്ള അറിഞ്ഞിരിക്കണം. ഹാരോൾഡ് വാർമസ് നമ്മുടെ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവലിന് വരാറുണ്ട്. ഞങ്ങളെ കോഴിക്കോട്ടിലൂടെ കൊണ്ടിരിക്കാനൊക്കെ നോക്കുകയാണ്. പക്ഷേ ഹാരോൾഡ് വാർമസ് PhD ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നി കുറച്ച് മെഡിസിൻ പഠിച്ചാൽ കൊള്ളാം. PhD ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് അദ്ദേഹം പോയി മെഡിക്കൽ ഡിഗ്രി എടുത്ത്. മലയാള ഭാഷ പറഞ്ഞാൽ മൂക്കിക്കൂടെ പല്ല് വന്നു കഴിഞ്ഞ പ്രായമാണ്. നേരെ പോയിട്ട് അങ്ങനെ റിസർച്ചിലോട്ട് കയറി 5 കൊല്ലം റിസർച്ച് ചെയ്തിട്ടാണ് പ്രോട്ടോ ഓങ്കോജീൻ കണ്ടുപിടിച്ചത്. പ്രോട്ടോ ഓങ്കോജീനാണ് ക്യാൻസറിന് വിത്ത് പോകുന്നത്. ആ കണ്ടുപിടുത്തത്തിൽ നോബൽ പ്രൈസും കിട്ടി. ഇംഗ്ലീഷ് PhD, ലോകത്തെമ്പാടുമുള്ള സാഹിത്യ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആൾ, MD, 5 years റിസർച്ച് വർക്ക്, നോബൽ പ്രൈസ്. അങ്ങനെ ഒരു നല്ല ബുക്കുണ്ട്, ദി പോളിറ്റിക്സ് ആൻഡ് ആർട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ശാസ്ത്രത്തിലെ കലയും രാഷ്ട്രീയവും. നല്ല ബുക്കാണ്. ഇംഗ്ലീഷ് PhD-കാരൻ എഴുതിയായത് കാരണം അതീവ ഹൃദ്യമായ ശൈലിയാണ്. നമ്മളൊരു ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്ന പോലെ വായിച്ചു പോകും. ഇവിടെ താങ്കൾക്ക് ഒന്നും മിസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനിപ്പം നാട് വിട്ട് 19 കൊല്ലമായെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഡിസംബർ ജനുവരിയിൽ ഞാനിവിടെ കാണാറുണ്ട് എല്ലാ കൊല്ലവും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചപ്പോഴും സഹോദരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വരാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ആവർത്തന വിരസത തോന്നാവുന്ന ഒരു ഉദ്ധരണിയുണ്ട്, യു ക്യാൻ ടേക്ക് എ മലയാളി ഔട്ട് ഓഫ് കേരള ബട്ട് യു കനോട്ട് ടേക്ക് കേരള ഔട്ട് ഓഫ് എ മലയാളി. അതെന്ന് ഞങ്ങളുടെ എല്ലാ മനസ്സിലുണ്ട്. ഞാനൊരു പ്രത്യേക വ്യക്തിത്വം ആയതുകൊണ്ടൊന്നുമല്ല, ഏത് മലയാളിയോടും ചോദിച്ചു നോക്കും, അവരെവിടെ ഇരുന്നാലും നാടിനോട് സ്നേഹമുള്ളതാണ്. അതിപ്പോൾ ജർമ്മനിയിലായാലും കൊള്ളാം, ജപ്പാനിലായാലും കൊള്ളാം, ഓസ്ട്രേലിയയിലായാലും കൊള്ളാം, അമേരിക്കയിലായാലും കൊള്ളാം, കാനഡയിലായാലും കൊള്ളാം. ഇപ്പോൾ നാടിനിങ്ങനെ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു ചലച്ചിത്രഗാനം അങ്ങനെ പറയാൻ കഴിയുമോ? അയ്യോ എത്ര! ഞാനിതിലേക്ക് ഒന്നാമത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗാനങ്ങളായിരുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ഒരു വളരെ പ്രശസ്തമായ ചൊല്ലുണ്ട്, കനോട്ട് എക്സ്പ്രസ് all the feelings in letters, and that's where music comes in. Those feelings which you cannot express in words, music takes over, because the music doesn't want to remain those expressions silent. നിശബ്ദമായിരിക്കുന്ന ആ അനുഭൂതികളെ ആവിഷ്കരിക്കാനാണ് സംഗീതം കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് ശരിയാണ്, P. ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ കവിതകളെന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും
അത്രയും ഗ്രാമീണത തുളുമ്പുന്ന ഒരു കാവ്യശൈലി ഭാസ്കര മാഷിനെ കണ്ടിരിക്കുന്നു. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? അങ്ങനെ എന്താ, ഏത് പാട്ടാണ് ഡോക്ടർക്ക് കേൾക്കേണ്ടത്? തളിരിട്ട കിനാക്കളാകാം. ഡോക്ടറെ വിദ്യാഭ്യാസം എവിടെയൊക്കെയായിരുന്നു, എങ്ങനെയാണ്? ഞാൻ തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ പഠിച്ച പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ആർട്സ് കോളേജ്, പഴയ ഇൻ്റർമീഡിയറ്റ് കോളേജിൽ ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി ചെയ്തു. അന്ന് കിട്ടുന്ന മാർക്കെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ എനിക്കിഷ്ടം ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. പക്ഷേ എങ്ങനെയോ അന്ന് കറക്കി കുത്തിയതായിരിക്കും, എനിക്കറിഞ്ഞില്ല. ഒരുപാട് മാർക്ക് കിട്ടി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൊക്കെ. അപ്പം മെറിറ്റ് ലിസ്റ്റ് വന്നപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 12 പേരുടെ പേരിൽ എൻ്റെയും കൂടെ വന്നു. അപ്പോൾ എനിക്ക് മെഡിസിന് വേണേൽ പോകാം, എഞ്ചിനീയറിംഗിന് വേണേൽ പോകാം, അഗ്രികൾച്ചർ വേണേൽ പോകാം. ഞാൻ നോക്കി ഉഴപ്പാൻ കുറേ കൂടെ നല്ലത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് എനിക്കറിയാം. തന്നെയല്ല, അന്ന് ഫിസിക്സിന് എനിക്ക് 98% ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റോമിക് എനർജി കാർഡിൽ എടുത്തു വന്നു, ഫിസിക്സ് BSc ചേർന്നാൽ മാസം 75 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുന്നു. അന്ന് 75 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 7500 രൂപയാണ്. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 75 രൂപ തൊട്ട് എത്ര മസാല ദോശ, കോഫി ഹൗസിലെ കട്ട്ലറ്റൊക്കെ കിടക്കും. അപ്പോഴാണ് ഈ മാർക്ക് വെച്ചുകൊണ്ട് ഒന്നും എടുക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. മെഡിസിനും കിട്ടി, എഞ്ചിനീയറിംഗ് കിട്ടി. അങ്ങനെ മെഡിക്കൽ കോളേജ് വന്നാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നന്നായി. കാരണം ഈ മെഡിസിൻ തരുന്ന ഒരു ലഹരിയുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ പുതിയ തുറമുഖങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അത് അപാരമാണ്, പറയാതിരിക്കാൻ വയ്യ. അത് വേറെ ഒന്നിനും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അൺലെസ് യു ആർ ഗോയിങ് ഇൻ ടു ടെക്നോളജി റിസർച്ച് ഒരു പക്ഷേ മെഡിസിൻ അതല്ല. നമുക്കിപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന നമ്മുടെയൊക്കെ ശരീരത്തിലെ ലിംഫോസൈറ്റിനെ പ്രൈം ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു മരുന്നും വേണ്ടാതെ തന്നെ ശരീരത്തിലെ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു ശ്വേതാണുവിനെ പ്രൈം ചെയ്ത് നമ്മുടെ രോഗം സംഭവിക്കാനുള്ളതാണ്. T ലിംഫോസൈറ്റ് എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും വലിയ. അപ്പോൾ അവരാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റ്സിനെ വേർതിരിച്ചെടുത്ത് അതിനെ ഒരു നല്ല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സാക്കി തിരിച്ചങ്ങിടുക. അത് ഒഴിച്ചതും അപാര സാധ്യതയുള്ളവരുന്നു. അപ്പം ഒരുപക്ഷെ ഒരുപാട് ജീവിതങ്ങൾ മാറ്റി എഴുതാൻ ഡോക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഈ പ്രൊഫഷനിൽ വന്നുകൊണ്ടല്ലേ? അത് ഞാൻ എൻ്റെ കഴിവെന്ന് പറയുന്നില്ല. അവിടെ ഡോക്ടർമാർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പോസ്റ്റ്മാനാണ് മണി ഓർഡർ കൊണ്ടുവന്നതും മരണവാർത്ത കൊണ്ടുവരുന്നതും. കൂടുതലും മണി ഓർഡർ കൊണ്ട് കൊടുക്കുന്ന പോസ്റ്റ്മാനെ എല്ലാവർക്കും സന്തോഷമായിരിക്കും. ആ കൂട്ടത്തിൽ പെടാനുള്ള ഭാഗ്യമുണ്ടായി. അത് എൻ്റെ കഴിവായിട്ട് പറയുന്നത് ശരിയല്ല. കാരണം അതൊരു വലിയ ടീം എഫർട്ടിൽ നിന്നാണ് ഈ വരുന്നത്. പണ്ടത്തെ പോലെ ഒരു ഡോക്ടറുടെ മികവ് കൊണ്ടല്ല ഈ രോഗനിർണ്ണയമൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു ടീം കൺസെപ്റ്റിൽ കൂടെയാണ് ഈ അമേരിക്കയൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ഡോക്ടർ സംസ്ഥാന സർവീസിലുണ്ടായിരുന്നു അല്ല, കോട്ടയത്തും കോഴിക്കോട്ടും ഒക്കെ ആയിരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് വിദേശത്ത് പോകാനിടയായ ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം സംസ്ഥാന സർവീസിലാകുമ്പോൾ കൂടുതൽ പാവപ്പെട്ടവരെ അതല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരെ സേവിക്കാനൊരു അവസരമായിരുന്നു. അതെ, ഞാൻ 10 കൊല്ലത്തോളം സേവിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത്. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അത് പ്രൊഫഷൻസിന് വളരെ വളരെ പ്രസക്തമാണ്. ഞാനൊരു അലക്കുകാരനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ അലക്കാനെടുക്കുന്ന തുണി മുഴുവൻ വൃത്തിയായിട്ട് അലക്കി നന്നായിട്ട് തേച്ച് കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കലക്ക വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ ജോലിയിൽ നിന്ന് സംതൃപ്തി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കലക്ക വെള്ളത്തിൽ അലക്കി മടക്കി കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്താൽ ആഗ്രഹം തോന്നും. അല്ലാണ്ട് പണമൊന്നുമല്ല പലരും ധരിച്ചിരിക്കുന്നത്. പണമൊക്കെ ആണെങ്കിൽ ഗൾഫിലൂടെ പോയാൽ മതി, മിഡിൽ ഈസ്റ്റിലാണ്, ഇൻകം ടാക്സും കൊടുക്കണ്ട. ഞങ്ങൾ ഈ അമേരിക്കയെ ലക്ഷ്യമാക്കുന്നതിൻ്റെ കാരണം ഏറ്റവും മികച്ച ചികിത്സ അതാത് കാലങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ചികിത്സാ രീതികൾ കണ്ടെത്തുക, അതിൽ പ്രവർത്തിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പം ഈ പ്രായത്തിലും എനിക്ക് എന്നും രാവിലെ മെയിൽ വരും, ഡോക്ടർ ഒന്ന് തിരിച്ചു വരാമോ, 2 ആഴ്ച ഞങ്ങൾക്കൊന്ന് സേവനം ചെയ്യാമെന്ന് ചോദിച്ചു. ശരിക്കും നമ്മൾ ഒരു മാസം കിട്ടിക്കൊണ്ടുവന്ന ശമ്പളമൊക്കെയാണ് അവരിപ്പോൾ 10 ദിവസം. അവർക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്, ഷോർട്ടേജ് ഉണ്ട് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്. വേറെ ഏത് രാജ്യം അത് ഈ വയസ്സന്മാരെയൊക്കെ തിരിച്ചു വിളിച്ച് ജോലി എടുത്തിട്ട് പണ്ടത്തെ 5 മടങ്ങ് ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്നത് എവിടെയാണ്? അല്ല, അത് അമേരിക്കയുടെ ഒരു ശക്തിയാണ് കേട്ടോ. ഡോക്ടർ അവിടെ ആം ഫോഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അതൊരു ബുക്ക് എഴുതാനുള്ള അനുഭവം ഉണ്ട്. ആം ഫോഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അന്നേരമാണ് നമ്മൾ പറയുന്നത് സയൻസ് യുണൈറ്റ്സ് നേഷൻസ് വെർ പോളിറ്റിക്സ് ഡിവൈഡ്സ് നേഷൻസ്. ഞാൻ ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഇവിടെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചൈനയിലെ ഡോക്ടർമാരുണ്ടായിരുന്നു, ആം ഫോഴ്സസ് പൂനെ എന്നുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു, റഷ്യയിലെ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് ഇതൊക്കെ ട്രെയിൻ ചെയ്തു. ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ ഡ്യൂട്ടി ആയിരുന്നപ്പോൾ റഷ്യൻ കോസ്മനോട്ട്സ് ആകാശത്തങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എല്ലാ ദിവസവും ഒരു ബ്ലഡ് ടെസ്റ്റ് താഴെ വരും.
ആ ബ്ലഡ് ടെസ്റ്റിൽ വൈറ്റ് ബ്ലഡ് സെൽറ്റ് കുറഞ്ഞെങ്കിൽ അവർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷൻ അവരുടെ സ്പേസ് ക്രാഫ്റ്റിലുണ്ട്. പക്ഷേ അത് എടുക്കണമെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞെങ്കിൽ അവർക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഡ്യൂട്ടിക്ക് നമ്മളെ ഇടും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഏതോ ശൂന്യാകാശത്തിരിക്കുന്ന ഏതോ രാജ്യക്കാരൻ്റെ അയാൾക്ക് ഈ മരുന്ന് വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന വെറും തുച്ഛമായ വരുമാനമുള്ള ഒരു രാജ്യത്ത് നിന്ന് വന്നാൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഒരു മെഡിസിൻ്റെ പവറാണ് കാണിക്കുന്നത്. അപ്പോൾ അത് GCSF എന്ന് പറയും, രക്തത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ ഉത്തേജിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ മോഡ്യൂളിൽ നിന്ന് പുറത്ത് വന്നിട്ട് സ്ട്രേ റേഡിയേഷൻ എന്ന് പറയും. ആ റേഡിയേഷൻ കാരണം അയാളുടെ ബോൺമാരോ ക്ഷീണിച്ചെങ്കിൽ അയാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഓർഡർ ഭൂമിയിൽ നിന്ന് ചെല്ലണം. അത് രക്തരോഗത്തിൽ പരിശീലനം കഴിഞ്ഞാൽ ഡോക്ടറെ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ വീക്കെൻഡിൽ എനിക്കായിരുന്നു ജോലി. ഒരുപാട് നല്ല അനുഭവങ്ങൾ അങ്ങനെ. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സയൻസ് രോഗത്തിനെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നു എല്ലാ രാജ്യക്കാരും അല്ല. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ ചൈനയെക്കുറിച്ച് ഒരുപാട് പരാതി വന്നല്ലോ കോവിഡ് കാലത്ത്. ആ കോവിഡ് കാലത്ത് അവരെ വൈറസ് അവർ സൃഷ്ടിച്ചതാണെന്നും അവരുടെ അശ്രദ്ധയാണെന്നൊക്കെ അതിന് അവർ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത് അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലെയൊക്കെ സയൻറ്റിസ്റ്റ് തന്നെ. അങ്ങനെയല്ല സംഭവിച്ചത്. ഒരു അപകടമാണ്, ഒരു കൈപ്പിഴയാണ്. അല്ലാണ്ട് അവർ കരുതിക്കൂട്ടി ഒരു കുറ്റം ചെയ്തെന്ന് പറയുന്നത് ശരിയല്ല എന്ന് വാദിച്ചത് അന്യരാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരാണ്. പൊളിറ്റീഷ്യൻസ് ചെയ്യില്ല, ബുദ്ധിജീവികളും ചെയ്യില്ല. ബുദ്ധിജീവികൾ അവർക്ക് അവരുടേതായ ബയസുകളുണ്ട്. സയൻസിൽ ചെയ്യില്ല. ഈ ആനുകാലിക സാഹിത്യത്തെയൊക്കെ ഡോക്ടർ ശ്രദ്ധിക്കാറുണ്ടോ? നമുക്ക് വീണ്ടും ഒരു ഗാനത്തിലേക്ക് പോയാലോ? പിന്നെന്താ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും പറ്റിയ റഫീഖിൻ്റെ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിലുണ്ടായിരിക്കണം എന്നാണ്. അതിന് പുറകിലൊരു കഥയുണ്ട്. ONV കുറുപ്പ് സാറും ഞങ്ങളുമൊക്കെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഏറ്റവും അധികം പരിഭവം പറഞ്ഞ അദ്ദേഹമാണ്. എന്തിനാ മണി അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹം എൻ്റെ ഇവിടെ ഒന്ന് താമസിച്ചൊക്കെ ഉണ്ട്. ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങോട്ട് പറഞ്ഞു, നന്നായി ഇവിടെയൊക്കെ ഒന്ന് കണ്ടു പഠിച്ചതൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മണിയും തിരിച്ചങ്ങ് വരണം, ഞാനൊക്കെ വയസ്സായി വരികയാണ്, അപ്പോൾ എനിക്ക് ഒരാവശ്യം വന്നാൽ മണിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ONV കുറുപ്പ് സാറിന് ഒരാവശ്യം വന്നാൽ ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ സകലമായ ഡോക്ടർമാരും ആശുപത്രിയിലെത്തില്ല. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുകളാണോ എടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കിംസ് ഹോസ്പിറ്റലിൽ ഒരു ലെക്ചറിന് വിളിച്ചു ഉച്ചയ്ക്ക് 3 മണിക്ക്. അപ്പോൾ ഞാൻ ഈ കുറേ കാലം പട്ടാളത്തിരുന്ന കാരണം ഞാൻ 2:55 എത്തുകയും ഞാൻ ഓടിച്ചത് 2:55 3:20 ഓഡിറ്റോറിയം ആളുണ്ട്, സ്റ്റേജിലാരും വന്നിട്ടില്ല, ഡയറക്ടറില്ല. ഡയറക്ടർ വന്നിട്ടാണ് ചെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ ഒന്ന് ICU വരെ ചെല്ലാമെന്ന് ചോദിച്ചു. ഏതൊരു പേഷ്യൻ്റെ കാര്യം ചോദിക്കുക. ഞാൻ ICU ചെന്നപ്പം കുറുപ്പ് സാറ് ഗാസ്പ് ചെയ്യാണ്. അപ്പം ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സർവേൻ്റെ ടീച്ചറുണ്ട്, രാജീവുണ്ട്, കൊച്ചുമക്കളൊക്കെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അപ്പോഴാണ് ഞാൻ ഈ കവിതയിലെ ആ കാവ്യഭംഗി, ആ ദീർഘദർശനം പറഞ്ഞിട്ട് അല്ലേ, മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരാളിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ എത്ര മഹത്തായ ഒരു ഹൃദയബന്ധമായിരുന്നിരിക്കണത്. തീർച്ചയായും നമുക്ക് ആ ഗാനം കേൾക്കാം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. താങ്കൾ കുറച്ചു മുമ്പേ പറയുകയുണ്ടായി, എല്ലാ രാജ്യക്കാരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ശാസ്ത്രരംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യ പരിരക്ഷ രംഗത്ത്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിവേചനം, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, എത്രയായാലും നമ്മൾ ബ്ലാക്ക് ആണല്ലോ അവിടെ ചെല്ലുമ്പോൾ, അങ്ങനെ താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ 45 കൊല്ലത്ത് ഞാൻ അക്കാഡമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂസിലൻഡിലായിരുന്നു, മിലിറ്ററിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റേസിൻ്റെ കുഴപ്പം കൊണ്ട് നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ഈ അമേരിക്കയിലെ ചൊല്ലുണ്ട്, നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിതൗട്ട് യുവർ കൺസെൻറ്റ്. നിങ്ങളുടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് ഒരു അപകർഷതാബോധം തരാൻ ആർക്കും കഴിയില്ല. നമ്മുടെ അനുവാദം കൊടുത്തിട്ടാണ് പറ്റുന്നത്. ഇപ്പം നമ്മളൊരാളിനെ കാണുമ്പോൾ ഞാൻ 6 അടി പൊക്കമുണ്ട്, നല്ല വെള്ള നിറമുണ്ട്, ഞാൻ നല്ല ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്, എനിക്ക് ബാസ്കറ്റ് ബോൾ ആണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തിരിക്കാണ് നമ്മളെ ഗോയിങ് ഇൻ ടു ദി ഇൻഫീരിയർ. പക്ഷേ അങ്ങനെയില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എപ്പോഴാണിത് വരുന്നത് പറഞ്ഞാൽ, 2 things being equal, they may prefer somebody whom they know very well. ടെക്സസിലുള്ള ഒരാളിന് ടെക്സസിൽ അയാളുടെ കൂടെ പഠിച്ച ഒരു വെള്ളക്കാരനെയാണ് കൂടുതൽ പരിചയമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന് എന്നെക്കാളും അങ്ങനെ ഇഷ്ടപ്പെടാതെ എൻ്റെ നിറം കൊണ്ടോ ഒന്നും അല്ലത്. നമ്മളിപ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ആകാശവാണിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നു അല്ലേ, നമുക്ക് നാഗാലാൻഡിൽ നിന്ന് ഒരാളുണ്ട്, ഒരു മലയാളിയുണ്ട്, രണ്ടുപേരും ഒരേപോലത്തെ ക്വാളിഫിക്കേഷൻ. ഒരു പക്ഷേ നമ്മൾ മലയാളിയെ തിരഞ്ഞെടുത്തെന്നിരിക്കും. അത് നാഗാലാൻഡുകാരൻ മോശമായതുകൊണ്ടോ മലയാളി അതീവ ബുദ്ധിമാനായതുകൊണ്ടൊന്നുമല്ല, ദാറ്റ്സ് എ ഹ്യൂമൻ നേച്ചറാണ്. അല്ലാണ്ട് എൻ്റെ നിറം കൊണ്ടോ എൻ്റെ ആകൃതി കൊണ്ടോ എൻ്റെ വംശം കൊണ്ടോ ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അവിടെ. താങ്കൾ അതുപോലെ തന്നെ ലോകപ്രശസ്തങ്ങളായ ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളുടെ മേധാവിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇതൊന്നും തടസ്സമായിട്ടില്ല. മെറിറ്റിൻ്റെ രാജ്യമാണ് അവിടെ. അതായത് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ദാറ്റ് ഈസ് ഡോക്യുമെന്റഡ്. താങ്കൾ എവിടെയെല്ലാം തോമസ് ജെഫേഴ്സൺ, ജോർജ് വാഷിംഗ്ടൺ ഉണ്ടായിരുന്നു, എയർഫോഴ്സ് ഉണ്ടായിരുന്നു,
ഇപ്പോൾ ഇൻ്റർനാഷണൽ ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഒരു തീരുമാനം മലയാളത്തിൽ പറയാറില്ലേ, ഒരുപാട് പേര് നമ്മുടെ പുറകിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. സോ മെനി പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് ഫ്രം ബിഹൈൻഡ്. അത് റെക്കോർഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ്. ഒരു നല്ല ഉദാഹരണം പറയാം. നാളെ ശശികുമാർ പറയുകയാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് ഒരു ട്രെയിനിങ് പോസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാനത് നോക്കുമ്പോഴത്തേക്ക് 17 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരാൾ ശശികുമാർ പറഞ്ഞ ആളാണ്. സകലമാന പേരുടെയും ക്വാളിഫിക്കേഷൻസ് കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എന്നിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് ഞാൻ എങ്ങനെ റേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു വർക്ക്ഡ് വിത്ത് ദിസ് കാൻഡിഡേറ്റ് ഇൻ ദ പാസ്റ്റ്? ഇഫ് സോ, ഹൗ ലോങ്? ഇഫ് സോ, ഇൻ വാട്ട് കപ്പാസിറ്റി? ഹൗ വാസ് ഹിസ് വർക്ക് എഫിഷ്യൻസി? ഹൗ വാസ് ഹിസ് വർക്ക് എത്തിക്സ്? ഹൗ വാസ് ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? ഞാൻ സത്യസന്ധമായിട്ട് എഴുതുകയാണ്. ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ സുഹൃത്തായ ശശികുമാർ പറഞ്ഞതനുസരിച്ചാണ്. അത് മതി. അവർ വേറെ ഇതിലൊന്നും പറയുന്നില്ല. ആ ആളെൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെ മാറി. അറിയാവുന്ന ഒരാളിനെ കുറിച്ച് പറയാനായിരുന്നു. ഇത്ര ഒബ്ജക്റ്റീവാണ് അവിടെ. നമ്മുടെ ശുപാർശ കൊണ്ട് പറ്റുന്ന ഒരേ ഒരു അവസരമേ ഉള്ളൂ. നമ്മൾ 1-2 പേരെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ആൾക്കാർ വന്നില്ല. ഇപ്പം ഡിസംബർ 1 സർവീസ് തുടങ്ങുന്ന സമയമാണ്. 4 ദിവസത്തിനിടയ്ക്ക് ആരെങ്കിലും എടുക്കണം. ദെൻ വി ഗോ ആൻഡ് ടേക്ക് ഹൂവർ ഈസ് അവൈലബിൾ. താങ്കൾ അതുപോലെ സീനിയർ അഡ്വൈസറാണ് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിൻ്റെ. ഈ കോവിഡ് കാലത്ത് അപ്പോൾ ഈ സംഘടനയിൽ താങ്കൾ പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ശരിക്കും കോവിഡിനെ നമ്മുടെ രാജ്യം നേരിട്ട് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ അക്കാര്യത്തിൽ വളരെ അഭിമാനിക്കുകയാണ്. 2 കാര്യത്തിൽ. ഒന്ന്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കോവിഡിൻ്റെ കാര്യത്തിലെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു എതിരാളി മനോഭാവം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു രാജ്യം, 140 കോടി ജനങ്ങളുള്ള രാജ്യം അഭിനന്ദനാർഹമായി കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. 2, നമ്മൾ വാക്സിൻ സൃഷ്ടിച്ച് ഒരു വികസിത രാജ്യത്തിനോടൊപ്പമാണ് ഒരു അവികസിത രാജ്യമായ ഇന്ത്യ കയറി നിന്നത്. സൗജന്യമായി വാക്സിൻ സൗജന്യമായിട്ട് കൊടുത്തു തന്നെയല്ല, ഇവിടെ കൊടുത്തത് കൂടാതെ പല രാജ്യങ്ങൾക്കും നമ്മൾ സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. അത് ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ വലിയ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയെന്ന് എനിക്ക് സംശയമുണ്ട്. ലോകം മുഴുവൻ ശ്രദ്ധിച്ചത്. പല രാജ്യങ്ങളിലും വാക്സിൻ ഉണ്ടാക്കി വിറ്റ് അവരുടെ ട്രഷറിയിലേക്ക് പണം കൂട്ടിയതല്ലാണ്ട് ഇവിടെ ഒരു രാജ്യം, 140 കോടി ജനങ്ങളുടെ ഒരു രാജ്യം സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കി അവരുടെ ജനങ്ങളെ രക്ഷിച്ചത് കൂടാതെ അതിൽ നിന്ന് തന്നെ കുറേ എടുത്ത് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് കൊടുത്തു. ഇത് ചരിത്രം രേഖപ്പെടുത്തേണ്ട ഒരു വലിയ നേട്ടമാണ്. അതന്നെ പ്രധാനമന്ത്രിയായ നയത്തിന് വന്നാണ്. പക്ഷേ ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയിട്ട് വരാം. താങ്കൾ കുറച്ചു മുമ്പ് പറയേണ്ടായി ഒരുവിധം സൗകര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് നിന്ന്. എന്നാൽ എന്തിനാണ് നമ്മുടെ നേതാക്കളെല്ലാം പലപ്പോഴും ചികിത്സയ്ക്ക് വിദേശങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്? ഇത് 2 വശമുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആംഗിൾ. 2, ദ ക്വാളിറ്റി ഓഫ് കെയർ. ആദ്യത്തെ ഞാൻ പറയാം, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രൈവസി വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മളെല്ലാം പറയാറുണ്ട് മേയോ ക്ലിനിക്കിനെ കുറിച്ച്. ലോകത്തെമ്പാടുമുള്ള 145 രാജ്യങ്ങളുടെ തലവന്മാർ ചികിത്സയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഇത് മേയോ ക്ലിനിക്ക് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി ആയതുകൊണ്ടൊന്നുമില്ല. അതുപോലത്തെ നല്ല ആശുപത്രികൾ ധാരാളമുണ്ട്. പക്ഷേ അവരുടെ ലൊക്കേഷൻ, അവരുടെ പ്രൈവസി, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ദ വേ ദേ ഹാവ് കമ്പൈൻഡ് ദി ആർട്ട്, സയൻസ് ആൻഡ് ബിസിനസ് ഓഫ് മെഡിസിൻ, ഇതൊക്കെ വളരെ ഇംപെക്കബിളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് നാളെ ഒരു അസുഖം വന്നു, ഞാൻ ചികിത്സയെക്കുറിച്ച് ആൾക്കാരെല്ലാം പറഞ്ഞു നടക്കുന്നില്ല. അപ്പോൾ അത് വളരെ രഹസ്യാത്മകമായിട്ട് ചികിത്സിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ക്വാളിറ്റി വേൾഡ് ക്ലാസ്. ബിസിനസ് അവരെ ആൻറ്റഗണൈസ് ചെയ്യില്ല. അവരുടെ തിയറി തന്നെ ഒരു രോഗിയും പണമില്ലാതെ ചികിത്സ കിട്ടാതെ പോരുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ചികിത്സ തുടങ്ങി പകുതി വെച്ച് നിങ്ങളുടെ ആദായം നിന്ന് അവരെ എന്തെങ്കിലും എൻഡോമെൻറ്റ് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ആർട്ട്, സയൻസ് ആൻഡ് ബിസിനസ് ഓഫ് മെഡിസിൻ 3 കൂടെ അവർ കമ്പൈൻ ചെയ്തു. അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണുന്നൊരു വലിയ ബുദ്ധിമുട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അതിനേക്കാൾ പ്രത്യേകിച്ചും ഈ കോർഡിനേഷൻ ഓഫ് കെയർ വളരെ മോശമാണ്. അതായത് നമുക്ക് എല്ലാ എക്സ്പെർട്സും ഉണ്ട്. നമുക്ക് മരത്തിൻ്റെ എക്സ്പെർട്ടുണ്ട്, കിളികളുടെ എക്സ്പെർട്ടുണ്ട്, ഇലയുടെ എക്സ്പെർട്ടുണ്ട്, പൂവിൻ്റെ എക്സ്പെർട്ടുണ്ട്. വനത്തിൻ്റെ എക്സ്പെർട്ടില്ല, വനം വേറെയാണ് അല്ലേ. അപ്പോൾ പല ആശുപത്രികളിലും നമുക്ക് വേൾഡ് ക്ലാസ് കാർഡിയോളജിസ്റ്റ് ഉണ്ട്, വേൾഡ് ക്ലാസ് ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ഗാസ്ട്രോഎൻട്രോളജി. അവരുടെ മേഖലയിൽ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങ് മാറുകയും ചെയ്യുന്നു. നല്ലൊരു കൊട്ടേഷനല്ലേ, ദി സം ഈസ് നോട്ട് ദി ഹോൾ ഓഫ് ദി പാർട്സ് എന്ന് പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്. പാർട്ടികളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഹോളാവില്ല. അത് വലുതായിട്ട് വരുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴത്തെ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടു. എനിക്ക് വലിയ സങ്കടം തോന്നി. അവരെല്ലാം വളരെ മിടുക്കന്മാരായ ഡോക്ടർമാരാണ്. അവരുടെ മേഖലയിലെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് ഒരു പരാതിയും പറയില്ല. കാരണം ഒന്നൊന്നര ആൾക്കാരുണ്ട്. പക്ഷേ ആരാ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ലെന്നാണ്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റ് സിസ്റ്റംസിനെ ഇത് അലോപ്പതിയിൽ തന്നെ ഹൂ ഈസ് ഗോയിങ് ടു ബി ഇൻ ചാർജ് ഓഫ് ദിസ് പേഷ്യൻറ്റ്? അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഒരുപാട് പേരിനെക്കുറിച്ച് പരാതി പറയുന്ന ഡോക്ടർമാർ പോലും മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടെ മനസ്സിലെത്തി നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നമ്മളെക്കാളിലൊക്കെ അറിയാവുന്ന VIPസിനാണ്.
അവർക്കറിയാം ഞാൻ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് പോയി, ആരും അവരോടൊന്നും വിശദീകരിച്ചിട്ടില്ല. വാസ്തവത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക മമത എന്നോടുണ്ടെങ്കിൽ ഞാൻ ഈ മലയാളത്തിൽ സംസാരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പല VIPസിനും VIPs അല്ലാത്തവരും വരുന്നുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ അവരുടെ മാതൃഭാഷയിലെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. അതുകൊണ്ടൊരു ഒരു പ്രത്യേക പരിഗണന എനിക്കുണ്ടെന്ന് തോന്നുന്നു. അനുബന്ധമായി ചോദിക്കട്ടെ, ഇങ്ങനെ ഏതെല്ലാം നേതാക്കളെ താങ്കൾക്ക് നേരിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ അത് പറയുന്നത് ശരിയല്ല, കാരണം മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് എല്ലാ പാർട്ടിയിലെയും ആൾക്കാരോട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ VIPs വരുമ്പോഴേ നിങ്ങൾ അറിയുന്നുള്ളൂ. VIPs അല്ലാതെ അതിൻ്റെ 100 മടങ്ങ് ആൾക്കാർ സാധാരണക്കാരവിടെ വരുന്നുണ്ട്, അവരെ ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. അത് ഈ ഒരു മലയാളി എന്നുള്ള പരിഗണന വെച്ച് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. ഞാനൊരു 10-30 കൊല്ലത്തിന് മുമ്പ് വാഷിങ്ടൺ DC സൂവിൽ ഒരു രാജവെമ്പാല വന്നു. ആൾക്കാർ അഴിച്ചിറക്കി. ഈ രാജവെമ്പാല കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇടുക്കി ഡിക്സൺ. ഇപ്പോൾ രാജവെമ്പാലയെ കാണാനായിട്ട് എന്തൊരു ഇടിയെന്ന് പറയും. മലയാളം എല്ലാം ഉണ്ട്. രാജവെമ്പാല കൂട്ടിനകത്ത് കിടപ്പുണ്ട്. അതിനെ തൊടണമെന്നുണ്ട്, അതിന് ആഹാരം കൊടുക്കണമെന്നുണ്ട്, ഒന്ന് തഴുകണമെന്നുണ്ട്, ഉമ്മ വയ്ക്കണമെന്നുണ്ട്. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് വന്നാണ്. ഒന്ന് ഓർത്ത് നോക്കി, രാജവെമ്പാല പുരാങ്കിൽ പിടിക്കും. അപ്പോൾ അത്ര കണ്ട് ഈ കേരളത്തിനോടും ഇന്ത്യയോടും ഒരു ഹൃദയബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളവർ വരുമ്പോൾ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ തമാശനായിട്ട് പറയുന്നത്, സുകുമാർ അഴീക്കോട് വന്നാലും സുകുമാര പണിക്കർ വന്നാലും ഞങ്ങൾക്ക് ആദ്യമുള്ള സ്വീകരണം സന്തോഷമാണ്. പിന്നെയാണ് അവരാരാണെന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ കുറഞ്ഞു വന്നിരിക്കും. എങ്ങനെയായിരുന്നു ഡോക്ടർ ഈ ഓങ്കോളജി തിരഞ്ഞെടുത്തത് സ്പെഷ്യലൈസേഷനായിട്ട്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു ചലഞ്ച് നോക്കിയാണ് പോയത്. ഇപ്പം ഞാനൊക്കെ ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിയിൽ പരിശീലനം നൽകിയാക്കളെന്ന് തോന്നി. അപ്പോൾ അതിൽ ഇപ്പം കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോൻട്രോളജി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരെണ്ണം എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ രക്തരോഗങ്ങളെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. ഹെമറ്റോളജി. അങ്ങനെയാണ് ന്യൂസിലൻഡിൽ പോയത്. ഒന്നാന്തരം ട്രെയിനിങ്, വേൾഡ് ക്ലാസ് ട്രെയിനിങ്. നല്ല തമാശ, ഞാൻ ഈ മലയാളി എന്നുള്ള പ്രത്യേക പരിഗണന എങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളതിന് നല്ല ഉദാഹരണം. ഞാൻ അവിടുത്തെ ഒരു ട്രെയിനിയാണ്, രജിസ്ട്രാറാണ്. രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ട്രെയിനി ഇത്രയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫിജിയിൽ 51% ഇന്ത്യക്കാരാണ്. ഫിജി ഐലൻഡിലെ ഇന്ത്യക്കാരുടെ അനീമിയ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ ഫിജി സൺ എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പറുണ്ട്. ലോകത്ത് ആദ്യം ഇറങ്ങുന്ന ന്യൂസ് പേപ്പർ എന്നാണ് ഫിജി സൺ അറിയപ്പെടുന്നത്. കാരണം ഈ ടൈം ലൈൻ അതുവഴിയാണ് പോകുന്നത്. അതിൻ്റെ എഡിറ്റർ മലയാളിയാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു ഒരു മലയാളി ഈ ടീമിലാണെന്ന്. പക്ഷേ ഞാൻ ആ ടീമിലെ ടോട്ടം ബോളിൽ ഏറ്റവും താഴെയാണ്. ഞാനൊരു രജിസ്ട്രാറാണ്. ഇവിടുന്ന് ഇപ്പോൾ ഒരു അണ്ടർ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും മിനിസ്റ്ററും എല്ലാം കൂടെ പോയങ്ങായിരിക്കും. അണ്ടർ സെക്രട്ടറി റോളെ എനിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ഞാൻ മലയാളിയാണെന്നുള്ള ആ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഫിജി സണ്ണിൽ വെച്ച് പിടിച്ചു. എക്സ്പെർട്ട് ടീം ഇൻ ഫിജി ടു സ്റ്റഡി അനീമിയ എമംഗ് ഇന്ത്യൻ പോപ്പുലേഷൻ. എൻ്റെ പേര് ഒരു ഫോട്ടോ വെക്കട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. അവരാരെങ്കിലും എടുത്ത് കണ്ടാൽ എന്ത് നാണക്കേടാ, ഞാൻ അവരെ അസിസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ. പക്ഷേ അങ്ങനെ കൊടുക്കും. അങ്ങനെക്കറിയാം ഞാൻ രജിസ്റ്ററായി ഓളമൊക്കെയും. പക്ഷേ അങ്ങനത്തെ മലയാളി എന്നുള്ള അഭിമാനം കാരണം പിറ്റേ ദിവസം ഫിജി സണ്ണിലെ പടവും റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നമുക്ക് നാട് വിടുമ്പം മലയാളിക്ക് ഒരു മലയാളിയോടുള്ളൊരു പ്രത്യേക താല്പര്യം, അഭിനിവേശം, അതിൽ നമുക്ക് അഭിമാനം തോന്നി. വളരെ സന്തോഷം. പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ രോഗിയുടെ ആത്മധൈര്യം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ വളരെ നിർണായകമാണെന്ന്. ഇത് എത്രമാത്രം പ്രസക്തമാണ്? വളരെ പ്രസക്തമാണ്. കാരണം ഒരു രോഗി 31 വയസ്സേ ഉള്ളൂ. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അമേരിക്കക്കാരനാണ്. ഇദ്ദേഹം ആദ്യം എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പടം കണ്ടിട്ടില്ലേ, അതേപോലത്തെ താടി, അതേ ഉയരം, ശാന്തമായ മുഖം. അദ്ദേഹത്തിന് സ്റ്റൊമക്ക് ക്യാൻസറാണ്. സ്റ്റൊമക്ക് ക്യാൻസർ പടർന്നു കഴിഞ്ഞു. സാധാരണഗതിയിൽ സ്റ്റൊമക്ക് ക്യാൻസർ പടർന്നു കഴിഞ്ഞാൽ 11 മാസമൊക്കെ ജീവിച്ചിരിക്കുള്ളൂ. പക്ഷേ ഞാൻ കുറേ പുതിയ മരുന്നുകളൊക്കെ വെച്ച് ചികിത്സിച്ചു. ഞാനല്ല ഏത് ഡോക്ടറും ചികിത്സിച്ചനും. ഇനി ഒരു 4.25 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ 11 മാസം കഴിഞ്ഞ് മരിക്കേണ്ടിയിരുന്ന ഒരാൾ 5 കൊല്ലം കഴിഞ്ഞാണ് മരിക്കുന്നത്. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് അങ്ങനെ എന്നോട് എപ്പോഴും പറഞ്ഞു, ഐ എം എലൈവ് ഓൺലി ബിക്കോസ് ഓഫ് യു. ഡോക്ടർ ചികിത്സോണെയായിരിക്കും. ഞാൻ പറഞ്ഞു, അല്ല, ഐ എം ജസ്റ്റ് ഡൂയിങ് വാട്ട്സ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ. ഞാനല്ല ഏത് ഡോക്ടറെ കണ്ടാൽ നോ ഐ ട്രസ്റ്റ് യു സേവ്ഡ് മൈ ലൈഫ്. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഒരു ദിവസം എന്താണ് ജോലി? കാർപ്പൻ്ററാണ്. അപ്പോൾ ഈ കണ്ടിട്ട് ജീസസ് ക്രൈസ്റ്റിനെ വിട്ടിരിക്കുന്നു, ജോലി കാർപ്പൻ്റർ. ഇവിടേക്ക് ഒരു ദിവസം ഇങ്ങോട്ട് പുറന്നാളുണ്ടെന്ന് ഇങ്ങനെ ആണിയുണ്ട്, ഒരു കുരിശ്. എന്ത് മനോഹരമായിരിക്കും അറിയാം. നമ്മൾ സാധാരണ അടിക്കുന്ന ആണിയുണ്ട്, ഒരു കുരിശുണ്ടാക്കി എനിക്ക് കൊടുത്തോം. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഉണ്ട്. ഞാൻ അതിശയിച്ചു. ഈ മനുഷ്യനെ ഞാൻ ആദ്യം കണ്ടപ്പം ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് തോന്നി. ആണി കൊണ്ട് കുരിശുണ്ടാക്കി എനിക്ക് തരുന്നു. അങ്ങയുടെ ജോലി കാർപ്പൻ്ററുടെ. അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് 5 കൊല്ലം കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വീട്ടുകാരെല്ലാം കൂടെ എന്നോട് പറഞ്ഞു, ഡോക്ടറുടെ പേരിൽ ഞങ്ങൾക്കൊരു എൻഡോമെൻ്റ് ഏർപ്പെടുത്തണം ഈ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, അതൊട്ടും ശരിയല്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് ചെയ്ത് ഏത് ഡോക്ടറും ചെയ്യുന്നൊരു സേവനമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ ആ രോഗിയുടെ പേരിൽ സ്റ്റൊമക്ക് ക്യാൻസർ എന്നൊരു എൻഡോമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേരുമൊക്കെ. അതിനിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ സ്റ്റൊമക്ക് ക്യാൻസറിൽ ഗവേഷണം നടത്തുന്നവരെയൊക്കെ എല്ലാ കൊല്ലവും വിളിച്ച് സ്റ്റൊമക്ക് ക്യാൻസറിലെ നൂതന പ്രവണതകളെക്കുറിച്ച് സിമ്പോസിയം നടത്തുന്നു. പല സിനിമകളും സീരിയലുകളും എല്ലാം ഈ രോഗത്തെക്കുറിച്ച് അകാരണമായ ഭീതി ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല തെറ്റായ വിവരങ്ങളും നൽകുന്നുണ്ട് ഇത്തരം മീഡിയ. ഡോക്ടർ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. സിനിമയും മീഡിയയല്ല, നമ്മുടെ സാഹിത്യത്തിൽ പോലും ക്യാൻസർ
വാർഡിലെ കിരാത രംഗങ്ങൾ എന്നൊക്കെ എഴുതി വിട്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറിയ മഞ്ചാടി കുരുവിൻ്റെ സൈസിരിക്കുന്ന കാരണം അയ്യോ ഇതും കൊണ്ടാണ് ഞാൻ പിന്നെ കിരാത രംഗങ്ങളിലേക്കാണ് ഞാൻ പോകുന്നതല്ലേ, സംസ്ഥാനത്തെ ബാധിച്ച ക്യാൻസറാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം മാറ്റിവെക്കണം. അത് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്ന പുതിയ തലമുറ അതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സാഹിത്യത്തിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായേ പറ്റുള്ളൂ. കാരണം അവർക്കറിയാം ഇതൊരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. പ്രത്യേകിച്ച് പഴയ നമ്മുടെ റൊമാൻറ്റിക് ഫിലിംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കാമുകൻ അതല്ലെങ്കിൽ കാമുകിക്ക് വില്ലനായിട്ട് വരുന്നത് ക്യാൻസറാണ്. അതാണ് ഡ്രാമ കൊണ്ടുവരാൻ വേണ്ടിയാണ്, പെട്ടെന്നൊരു ഡ്രാമ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ട്രീറ്റ്മെൻറ്റും ഇല്ല, ട്രീറ്റ്മെൻറ്റിൽ അവഗണിച്ചു. മിക്ക കലാകാരന്മാരും സാഹിത്യകാരും അവരുടെ ആരോഗ്യത്തെ തീരെ ശ്രദ്ധിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് ഏറ്റവും അധികം മദ്യപാനികൾ, പുകവലിക്കാർ എല്ലാവരിലാണ്. അങ്ങനെ വരുമ്പോൾ അവർ സ്വന്തം ശരീരത്തെയോ സ്വന്തം ആരോഗ്യത്തെയോ ശ്രദ്ധിക്കാതെ അഡ്വാൻസ് സ്റ്റേജിൽ, അതാണ് അപ്പോൾ നാടകീയത വരുന്നത്. പ്രൈം ഓഫ് കരിയറിൽ കുടുംബമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നു. മദ്യപാനം ഒരു നല്ല കാരണമാണ്. കാരണം ഒരുപാട് മദ്യപാനികൾ ക്യാൻസറിൻ്റെ വലിയ റിസ്ക് ഫാക്ടറാണ് ഇപ്പോൾ ആൽക്കഹോൾ. അതുപോലെ ഫുഡ് ഹാബിറ്റ്സും ഒരുപാടുണ്ട്. ശരിക്കും ക്യാൻസർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമെന്നില്ല, പറഞ്ഞേ പറ്റൂ. കാരണം ഈ ഡബിൾ ഹിറ്റ് തിയറി എന്ന് പറയും. ക്യാൻസർ വരണമെങ്കിൽ നമുക്ക് ഒരു ഊഞ്ഞാലിൻ്റെ 2 വള്ളിയും കൂടെ പൊട്ടിയെങ്കിൽ നമ്മൾ താഴെ വീഴുള്ളൂ. ഒന്നാമത്തെ പൊട്ടലിനുള്ള കയർ പിരിഞ്ഞിരിക്കുന്നത് ജന്മനാകാം, ജനറ്റിക്സ് എന്നുമാകാം. പക്ഷെ അതുകൊണ്ട് മാത്രം ക്യാൻസർ വരണമെന്നില്ല. രണ്ടാമത്തെ കെയറും കൂടെ പൊട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടർ കൂടെ വരണം. അതുകൊണ്ടാണ് ഈ ജനിതകമായിട്ട് എന്തോ ഒരു തകരാറുള്ള ഒരു വ്യക്തി രണ്ടാമത് വന്ന് ആ കെയറും കൂടെ പൊട്ടിയാൽ ഊഞ്ഞാൽ താഴെ വീഴും. അതാണ് ക്യാൻസർ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോളിക്കുലർ ബയോളജി വന്നിട്ട് ആർക്കൊക്കെയാണ് ജനിതകമായിട്ട് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. തിരുവനന്തപുരത്തുണ്ട് ലാബിൽ. അപ്പോൾ അത് നോക്കിയിട്ട് പറയാൻ പറ്റും, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വയസ്സിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരും. അപ്പോൾ അത് നമുക്ക് മോണിറ്റർ ചെയ്യാം. അതാണ് ഈ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരെയും കൂട്ടിയിട്ട് പരിശോധിക്കുന്നതിന് പകരം റിസ്ക് ഉള്ളവരെ മാത്രം വേർതിരിച്ചെടുത്ത് അവരെ എല്ലാ കൊല്ലവും പരിശോധിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലും. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? പിന്നെതാ ഭാസ്കരൻ മാഷിൻ്റെ തന്നെ ആയിക്കോട്ടെ. ഭാസ്കരൻ മാഷിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഗാനം ഇന്നലെ മറ്റോ കേൾക്കാനിടയായി. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി ചന്ദ്രൻ മടങ്ങിപ്പോയി അല്ലേ. ഓ, എന്ത് സുന്ദരമായ വരിയാണല്ലേ. അത് ഭാസ്കരൻ മാഷിന് അങ്ങ് എഴുതാൻ പറ്റില്ല. അതീവ ലളിതമായ മലയാള പദങ്ങളിൽ കൂടി ഒരു ഭാവശില്പം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം. ഞാനതിങ്ങനെ കേട്ട് കുറേ നേരം കേട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ വിക്ടർ ഹ്യൂഗോയുടെ ആ കൊട്ടേഷൻ ഓർത്ത് പോയത്. അതായത് എന്തൊക്കെ സാധനങ്ങളാണ് വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്തത്, അതിനുവേണ്ടിയാണ് സംഗീതം. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി അപ്പോൾ മധുമാസ ചന്ദ്രൻ വന്നു മടങ്ങിപ്പോയി മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി. താങ്കൾ കുറച്ചു മുമ്പേ പറയേണ്ടായി ക്യാൻസർ ചികിത്സ കുട്ടികളിൽ കൂടുതൽ ഫലപ്രദമാവുന്നു ഈ കാലത്തെന്ന്. എന്തുകൊണ്ടാണ് അത്? ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിൻ്റെ പല കാരണങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ കടന്നു പോകുന്നുമില്ല. ഇപ്പോൾ പുകയില അല്ലെങ്കിൽ പുകവലി ഇതൊന്നും കുട്ടികൾക്ക് വരുന്നില്ല. പക്ഷേ കുട്ടികളിൽ ക്യാൻസർ കൂടുതലായി കാണുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഒരു 10 മുതൽ 15% ക്യാൻസറുകളും ഹെറിഡോ ഫെമിലിയൽ എന്ന് പറയും, ഹെറിഡിറ്റി കൂടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ വരുന്ന ക്യാൻസറിന് ഒരു വലിയ മെച്ചമുള്ളത് നമ്മൾ ആ ക്യാൻസർ മാസ് അങ്ങ് മാറ്റിക്കൊടുത്താൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് കൈകാര്യം ചെയ്തോളും. പ്രായമായവർക്ക് നേരെ തിരിച്ചാണ്. നമുക്കിപ്പോൾ ഒരു 80 വയസ്സായ ഒരാളിൻ്റെ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇമ്മ്യൂൺ സിസ്റ്റം അതിൻ്റെ വിജിലൻസ് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പട്ടാളം വന്ന് നമുക്ക് അറബിക്കടൽ വഴി വന്ന ഒരു ശത്രുവിനെ തുരത്തിയിട്ട് പോയി കഴിഞ്ഞ് പോലീസാണ് ഏറ്റെടുക്കേണ്ടത്. ആ പോലീസ് ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും വരും. അതുപോലെയാണിത്. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി തിരിച്ചു കൊടുത്താൽ അവർ വളരുന്ന പ്രായമല്ലേ. നമ്മൾ മലയാളത്തിൽ ചൊല്ലുന്നുണ്ടല്ലോ, വളരുമ്പോൾ പൊറുക്കും. ആ വളരുമ്പോൾ അവർ പുറത്തോളും. അങ്ങനെയാണ് ഇത്രയും വലിയ നേട്ടം ഉണ്ടായത്. താങ്കൾ മലയാളത്തിലും ചില സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് സ്നേഹച്ചൊവ്വ എന്ന് പറഞ്ഞൊരു കോളം ചെയ്തിരുന്നു. താങ്കളുടെ മലയാളം എഴുത്തിനെ കുറിച്ചൊന്ന് പറയാമോ? അയ്യോ, അതിനെനിക്കൊരു അവകാശവാദമില്ല. ഇതൊക്കെ ഒരുപാട് പരപ്രേരണയിൽ എഴുതുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത സുഹൃത്താണ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡ് ഡയറക്ടറായിരുന്ന ശ്രീ തോമസ് ജേക്കബ്. എനിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം വണ്ടർഫുൾ സെൻസ് ഓഫ് ഹ്യൂമർ. കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു സ്വഭാവമാണ് ഈ നർമ്മബോധം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിച്ചറിയാം. കഥാവിശേഷൻ, കഥക്കൂട്ട് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന നർമ്മമാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ നിർബന്ധിച്ച് ഈ സ്നേഹച്ചൊവ്വ എഴുതാമെന്ന് പറഞ്ഞു ഒരു കോളം. അതായത് നമ്മുടെ സഹസ്രാബ്ദത്തിൻ്റെ തുടക്കമാണ്. ഈ നൂറ്റാണ്ട് കഴിഞ്ഞ് വേറൊരു സഹസ്രാബ്ദത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഡോക്ടറുടെ അനുഭവങ്ങൾ അമേരിക്കയിലും കേരളത്തിലുള്ളത് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു 1-2 ലേഖനമായിരിക്കുന്നു. ഞാൻ സമ്മതിച്ചു. ഞാൻ എഴുതി അയച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് 6 മാസത്തെ ഒരു പങ്ക്തിയാണ്. എൻ്റെ കൂടെ എഴുതുന്നതൊക്കെ വളരെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരാണ്. സക്രിയ, സേതു, മേഴ്സി രവി, നടനായിരുന്ന മുരളിയൊക്കെ നല്ല സാഹിത്യകാരനാണ്. ആശാൻ സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു അതോറിറ്റിയാണ് മുരളി.
അപ്പോൾ എനിക്കപ്പോൾ ഏതെങ്കിലും ആശാനിലെ കവിതകൾ ഞാൻ മറന്നു പോകുകയാണെങ്കിൽ ഞാൻ മുള്ളയെ വിളിച്ച് ചോദിച്ചാൽ മുള്ള എവിടെ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ ഫോണിൽ കൂടെ പറഞ്ഞു തരുള്ളൂ. അത്ര തറവാണ് വിളി. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണ് എഴുതി തുടങ്ങുന്നത്. അപ്പോഴേ ഞാൻ എൻ്റെ മുട്ട് കുറച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞു, അയ്യോ ഇവരുടെ കൂടെ എഴുതാനുള്ള കഴിവൊന്നും എനിക്കൊന്നുമില്ല, അതില്ല, ഡോക്ടർ എഴുതിക്കോളൂന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി 2, 3, 4 ലക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ഇപ്പോൾ ഗ്യാസ് ഔട്ടാകുന്ന പരിപാടിയാണ്. പക്ഷേ ആ സമയത്ത് ഒരുപാട് ഫീഡ്ബാക്ക് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് വന്നതിന് ഏറ്റവും സന്തോഷം തോന്നുന്നത് അന്ന് ഇപ്പം നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണറായിരിക്കുന്ന CV ആനന്ദ ബോസ്, പുള്ളിയുടെ കേരള കേഡറിൽ മറ്റുള്ള പുള്ളി അതിനെ ഒരുപാട് പ്രശംസിച്ച് എനിക്ക് എഴുത്തരി. ഞങ്ങളൊന്നും വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ ശൈലി വളരെ ഇഷ്ടപ്പെട്ടു, നല്ല തെളി മലയാളമാണ്, ആശയങ്ങളും കൊള്ളാം. അപ്പോൾ എനിക്കൊന്ന് പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞല്ലോ, ഇന്നസെൻ്റ് തൊഴിലൊന്നുമില്ല അടക്കുമ്പോഴാണ് കുറേ തമാശയൊക്കെ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നീ ഒരു സിനിമയിൽ അഭിനയിച്ച് നോക്കടാന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എഴുതിയ പുസ്തകം അപ്പോൾ ഒരുപാട് നല്ല റിവ്യൂ ഒക്കെ വന്നു. അപ്പോൾ ആ ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഒടുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിന് അവതാരിക എഴുതിയിരിക്കുന്ന ആനന്ദബോസ് തന്നെയാണ്. ഞാൻ ആനന്ദബോസിനെ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ആദ്യം ഒരു അനുമോദന കത്തയച്ച ഒരു പഴയ IAS ഓഫീസർ, ഇന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണറാണ്. അദ്ദേഹം നന്നായിട്ട് മനോഹരമായൊരു അവതാരി എഴുതി തന്നു, എനിക്ക് നന്ദിയുണ്ട്. മറ്റേ ബുക്ക് ഇതേപോലെ തന്നെ ഗൃഹലക്ഷ്മിയിലെ പെൺ ജന്മപുണ്യങ്ങൾ, അത് ഞാൻ 6 മാസം എഴുതി. അത് മോഹൻലാലിൻ്റെ നിർബന്ധം കൊണ്ട് എൻ്റെ എഡിറ്റർ മോൻസി ജോസഫ് എന്നാണ് പറഞ്ഞ് ഞാൻ എഴുതി അയച്ചു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അത് പുസ്തകമായപ്പോൾ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു, എന്നെ ഈ കുഴിയിൽ പിടിച്ചിട്ട ലാലുവാണ്, ഒന്നുകിലൊരു അവതാരി എഴുതുക അല്ലെങ്കിൽ ബുക്ക് റിലീസ് ചെയ്താൽ, രണ്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, രണ്ടും വേണ്ട, യുവർ സോ ബിസി, അവതാരി ഞാൻ എഴുതാൻ പഠിച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി മനോഹരമായ ഒരു അവതാരി എഴുതി. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ചില ഈ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ പഴയ വീടിൻ്റെ മുമ്പിൽ ഒരു ഗേറ്റ് പണിയും. വീട് പഴയതാണ്, പക്ഷേ ഒന്നാന്തരം ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവതാരിക്ക് ഒരു നല്ല ഗേറ്റും അകത്തുള്ള കണ്ടൻസൊക്കെ ഞാൻ എഴുതിയല്ലേ. അതുകൊണ്ട് പക്ഷേ ഒരുപാട് അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്ത് ഡോക്ടർ കൊച്ചുമക്കളുമാണ് അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് അവിടെ വന്നു, എൻ്റെ അവിടെ താമസിക്കാൻ. അപ്പോൾ അവിടുത്തെ കേരള അസോസിയേഷൻകാർ ഞാനും ഇന്ദ്രജിത്തും കൂടെ ഒരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബുക്കുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കുസൃതി തോന്നുന്നത് 4 തലമുറ അവിടെ വന്ന് നിൽക്കുകയാണ്. അതായത് എൻ്റെ അച്ഛനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ദ്രജിത്ത്, പിന്നെ ഞാൻ, എൻ്റെ മോനുണ്ട്, അവന് കോർപ്പറേറ്റ് ലോയറാണ്, അവന് 3 ആൺകുട്ടികളുണ്ട്, ട്രിപ്ലറ്റ്സ്, ഒരു പ്രസവത്തിൽ 3 ആൺകുഞ്ഞുങ്ങൾ, അവരുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയൊരു അസാധാരണമായ ഒരു സന്ദർഭമാണല്ലോ. 4 തലമുറകൾ എഴുത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ ബഹുമാനമൊക്കെ നാട്ടി കിട്ടിയത്. ആ എഴുത്തിൻ്റെ 2 പുസ്തകങ്ങൾ ഞാൻ ലൈബ്രറിക്കാർക്ക് കൊടുത്തു. അപ്പോൾ അത് എൻ്റെ കൊച്ചുമക്കളെ കൊണ്ട് ഞാൻ അവിടെ ലൈബ്രറിന് കൊടുത്തു. ആ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വൈകാരികമായ ഒരു അംശമുണ്ട്. എൻ്റെ അച്ഛന് റെപ്രസെൻ്റ് ഇന്ദ്രജിത്തുണ്ടായിരുന്നു, എൻ്റെ മോനുണ്ട്, എൻ്റെ കൊച്ചുമക്കളുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണുക. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. സഹധർമ്മിണി പത്മജ, മിനി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുടുംബിനിയുടെ ജോലി തന്നെ ഭയങ്കരമാണ്, അമേരിക്കയിൽ എല്ലാം ചെയ്യണമല്ലോ. എനിക്ക് ഇങ്ങനെയുള്ള ക്രിക്കുകളൊക്കെ കാണിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടിയത് അങ്ങനെ ഒരു നല്ല കുടുംബിനി ഉള്ളതാണ്. അല്ലെങ്കിൽ അത് പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാഹിത്യം, സംഗീതം, യാത്ര ഇതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ലോങ് ലീസ് ഇട്ട് തരുന്നത് ഒരു ഭാര്യയായിരുന്നു. പിന്നെ എനിക്കൊരു മോളും മോനും ഉണ്ട്. 2 പേരും പഠിക്കാൻ മെഡിക്കലായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും ലുക്രേറ്റീവ് പ്രൊഫഷൻ ഈ കോർപ്പറേറ്റ് ലോയേഴ്സാണ്. വലിയ കോർപ്പറേഷൻ്റെ ജനറൽ കൗൺസിലാകുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ മകൾ ഈ ബാങ്കിങ്ങിൻ്റെ ഒരു ഒന്നത്തെ ടോപ്പ് 10 എക്സ്പെർട്സ് ആണ്. അവിടെ തന്നെ ഒരു ലോ ഫേം ഒക്കെയാണ് വാഷിംഗ്ടൺ DC. സോ ഷീ ഈസ് ഡൂയിങ് വെരി വെൽ. അവൾക്കൊരു മകളേ ഉള്ളൂ. അവളിപ്പോൾ ജോൺസ് ഹോപ്കിൻസിൽ പഠിക്കുകയാണ്. എൻ്റെ മോൻ ഹീസ് എ ജനറൽ കൗൺസിൽ ഓഫ് എ ബിഗ് ഹെൽത്ത് കെയർ ഫേം. അവനാണ് ഈ 3 ആൺകുട്ടികളുണ്ട്, അവർക്ക് 11 വയസ്സായി. അവരാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവരെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് എൻ്റെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഓടും. ഇവർക്കെല്ലാം മലയാളം അറിയാമോ? ശരിക്കും പറഞ്ഞാലൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ഈ ഭാഷ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചേ പഠിക്കുകയുള്ളൂ. നല്ല ഭാഷയൊക്കെ വരുന്ന സ്കൂളുകളിൽ കൂടെ അതിനുള്ള അവസരം അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് ഹിസ്പാനിക് അറിയാം, അവർ സ്പാനിഷ് കുട്ടികൾ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കൂടെ നടന്ന് ഇംഗ്ലീഷ് അറിയാം, ഫ്രഞ്ച് അറിയാം, ഹിസ്പാനിക് അറിയാം, മലയാളം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ പറയുന്ന കേട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ ഉച്ചാരണം ശരിയായില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിരിക്കുന്ന കാരണം അവർ സെൽഫ് കോൺഷ്യസ് ആവും. ആകാശവാണിയിൽ വന്ന താങ്കളുടെ ആദ്യത്തെ അനുഭവം എന്ന് പറയാമോ? എങ്ങനെയാണ് ആകാശവാണി? അയ്യോ, അത് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാനുള്ള വകയുണ്ട്. ഞങ്ങളൊക്കെ ആകാശവാണി വന്നപ്പോഴും അതിമനോഹരമാണ് ഈ ക്യാമ്പസ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അന്നത്തെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ 1958, 59, 60 ശരിക്ക് വഴുതയ്ക്കാട്, തൈക്കാട് എന്നൊക്കെ പറഞ്ഞാൽ കാട് തന്നെയാണ്. അപ്പോൾ അതിരാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബസ്സൊന്നുമില്ല, കാറുകളൊന്നുമില്ല, ഓട്ടോറിക്ഷ ഇല്ല, വല്ല ഒരു സൈക്കിൾ പോയാലായി. നമുക്ക് റോഡിൻ്റെ നടുക്കൂടെ നടന്നു വരാം. ഇപ്പോൾ രാവിലെ ബാലലോകത്തിൽ പങ്കെടുക്കണമെങ്കിൽ 7 മണിക്ക് ഇവിടെ എത്തണം. അന്ന് റെക്കോർഡിംഗ് ഇല്ലല്ലോ, ലൈവാണ്. റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് സ്റ്റുഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ്. ഞാൻ തൈക്കാട്ടൂന്ന് നടന്ന് ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഈ പൂമരങ്ങളുടെ മണമുണ്ട്, പൂക്കളുടെ ഒരു ഹോണ്ടിങ് സ്മെല്ലാണ്. ചിലപ്പോൾ ഈ തുലാവർഷമൊക്കെ കഴിഞ്ഞ് മഴത്തുള്ളികൾ ഇങ്ങനെ മരച്ചിലേന്ന് വീഴുന്നൊക്കെ നമ്മൾ ഈ അന്തം ഇടുന്നവരുണ്ട്. ഇത് മനോഹരമായിരിക്കും. ഇപ്പോൾ സുഗതകുമാരിയുടെ തുലാവർഷ പച്ചയൊക്കെ എന്താണെന്നുള്ള അപ്പോൾ മനസ്സിലാവും. തിക്ക് ഗ്രീൻ സറൗണ്ടിങ്സ്, മഴത്തുള്ളികൾ, പിന്നെ ഈ നല്ല പൂക്കളുടെ മണം. അന്ന് ചില മരങ്ങളുടെ അരക്കിനൊരു മണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കുറ്റാക്കുറ്റി ഇരുട്ടത്താണ്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടത്താണ് വരുന്നത്. അന്നേരം നേരം വിളിക്കാനപ്പോൾ 7 മണിക്ക് 6:45 വരുന്നല്ലേ. ഇവിടെ വരുമ്പം PK വീരരാഘവൻ എന്ന റേഡിയോ അമ്മാവൻ കാണും. പൊടിക്കഥ ചേച്ചി എന്ന് പറഞ്ഞാൽ KG ദേവകി അമ്മ കാണും.
ടി.പി. രാധാമണി, CS രാധാദേവി, രാമൻകുട്ടി നായർ, TN ഗോവിന്ദൻ നായർ, നാഗവള്ളി ആർട്സ് ഗ്രൂപ്പ് സാർ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരി സിനിമാ താരങ്ങളെ കാണുന്നല്ലേ, അവരാണ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ വെയിറ്റിംഗ് റൂമിൽ നിന്ന് വിളിച്ച് റിഹേഴ്സലും കഴിഞ്ഞ് സ്റ്റുഡിയോ വരുമ്പോഴത്തേക്ക് സ്റ്റുഡിയോയ്ക്കകത്ത് ചോക്ലേറ്റിൻ്റെ മണമാണ്. അപ്പോൾ ആ മണം ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞോ, എല്ലാ ചോക്ലേറ്റിൻ്റെ മണമാണ്. അന്നേരമേ ഞങ്ങളൊക്കെ അന്തം വിട്ടിരിക്കും. പിന്നെ ഈ ഓൺ എയർ എന്ന് പറയുമ്പോൾ സംസാരിച്ച് തുടങ്ങിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ടെൻസ്ഡായിട്ടിരിക്കും. റേഡിയോ അമ്മാവൻ ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങൾ നാടകം അഭിനയിക്കും. ഞങ്ങൾ ഒരിക്കലും നാടകം അഭിനയിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ അനിയനെ കൊണ്ട് വെട്ടാൻ പറഞ്ഞ് മരിച്ചു വീഴുന്ന രംഗമാണ്. ഞാൻ അനിയൻ്റെ റോള് ഇപ്പം ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആനന്ദകുമാർ കേണലായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത്. ആനന്ദകുമാറാണ് വേലുത്തമ്പി ദളവ, ഞാൻ അനിയനായിട്ട്. അപ്പോൾ അതിന് തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വേലുത്തമ്പി ദളവ വെട്ടെന്നൊക്കെ പറഞ്ഞ് അവരെ പൊട്ടിച്ചിരിക്കും എന്നൊക്കെ. കുട്ടികളായത് കാരണം ഇദ്ദേഹത്തിൻ്റെ ചിരിക്ക് ആ ഒരു പൗരുഷം പോരാ. എനിക്ക് അട്ടേക്കും ഞാൻ കിടന്ന് കുട്ടുകൂടാച്ചിരിക്കും. അപ്പോൾ ഇത് റേഡിയോ അമ്മാവൻ തീരെ പിടിച്ചില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അനിയൻ്റെ റോൾ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി വേറെ ആരൻ്റെ ചോദിച്ചു. എനിക്കൊരു ചെറിയ റോളെന്ന് ഭടൻ എന്ന് വിളിക്കുമ്പോൾ ആരെവിടെ അടിയൻ എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊരു അടിയൻ്റെ റോൾ എടുത്തിട്ടാണ് പോയത്. ഞങ്ങളിപ്പോഴും അത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. പക്ഷേ നല്ല കാലമായിരുന്നു. ഒരുപാട് അന്നത്തെ ഈ റേഡിയോ പരിപാടികളൊക്കെ പങ്കെടുത്ത പ്രതിഫലമായിട്ട് തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെയാണ്. അത് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞ് സ്കൂൾ അസംബ്ലിക്ക് ഹെഡ് മാസ്റ്റർ രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പേര് വിളിച്ചവിടെ തരും. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഓസ്കാറൊക്കെ വാങ്ങിക്കുന്നതിന് ഗമയിലാണ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരു ഡിവൈഡറോ ഒരു കോമ്പസോ ഒക്കെ കാണുള്ളൂ. പക്ഷേ അത് കിട്ടുമ്പോൾ ഉള്ള എഴുത്തോട്ടും മലത്തോട്ടൊക്കെ നോക്കി നമ്മൾ ആൾ ചില്ലറക്കാരനല്ല എന്നുള്ളൊരു ഭാവമായിട്ടാണ് ഇറങ്ങി വരുന്നത്. നല്ല കാലം. അതേപോലെയാണ് ഉച്ചയ്ക്കുണ്ടായിരുന്ന രശ്മി പൊടിക്കഥക്കാരി ചേച്ചി KG ദീപം നല്ല കഥകൾ പറയായിരുന്നു. അപ്പോൾ ആ കഥകൾക്കുള്ള പ്രതികരണമൊക്കെ നമുക്ക് എഴുതി അയക്കാം. നമ്മുടെ പേര് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതി അയച്ചിട്ടുണ്ട്. പൊടിക്കഥക്കാരി ചേച്ചിയുടെ കഥ നന്നായിരുന്നു. വെറുതെ പേര് വായിക്കും. M. വേലായുധംപിള്ള തെക്കാട്, M. ശങ്കരൻ നായർ ഫ്രം ഗൗരീശവട്ടം. ഞങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോഴത്തേക്കും വലിയ സന്തോഷമല്ലേ, 10 പേര് അറിയുന്നതല്ലേ. അങ്ങനെ നല്ല ഒരുപാട് സ്മരണമുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ക്യാമ്പസായിരുന്നു. റേഡിയോ സ്റ്റേഷനോട് വരുമ്പോൾ ഉള്ള ഭംഗി അതിമനോഹരമായിരുന്നു, അതിമനോഹരം. ആ കാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ട് അതിലേക്ക് പോയാലോ നമുക്ക്? പിന്നെന്താ, ഏത് പാട്ടാണ്? ഞങ്ങളൊക്കെ പറയുന്നൊരു പാട്ടാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ളത്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. തീർച്ചയായിട്ടും. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കളെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതെല്ലാം? ഒരുപക്ഷെ ആരോഗ്യനികേതൻ അതെല്ലാം ഡോക്ടർ വായിച്ചു? പിന്നെ സ്കൂളിൽ പഠിച്ചപ്പോൾ വായിച്ചിരുന്നു. പിന്നെ അതേപോലെ മലയാളത്തിൽ എന്നെ സ്വാധീനിച്ചത് പറയാൻ പറ്റില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആരോഗ്യനികേതൻ ഇസ് നമ്പർ 1, സംശയമൊന്നുമില്ല. മലയാളത്തിൽ അങ്ങനെ രോഗവർണ്ണന വന്ന കൃതികളൊന്നും വായിച്ച് എന്നെ സ്വാധീനിച്ചിട്ടില്ല. അമേരിക്കയിലുണ്ട് ധാരാളം. ഇതിനിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ എംപറർ ഓഫ് ഓൾ മാലഡീസ്, സിദ്ധാർത്ഥ് മുഖർജിയുടെ അതിമനോഹരമായ ബുക്കാണ്. അതിനകത്ത് ഓങ്കോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെറോൾഡ് വാർമസിൻ്റെ ദി പൊളിറ്റിക്സ് ആൻഡ് ആർട്ട് ഓഫ് സയൻസ്, ഒന്നാന്തരം ബുക്കാണ്. ഇന്നിപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കറിൽ നല്ല ലേഖനം വന്നിട്ടുണ്ട് അബൌട്ട് ഡിസീസ് നറേറ്റീവ്സ്. നമ്മൾ ആതുരാഖ്യാനങ്ങൾ എന്ന് പറയല്ലേ, ഒരു രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു രോഗി അവരുടെ അനുഭവങ്ങൾ ആഖ്യാനം ചെയ്ത് മലയാളത്തിലുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ സർവൈവ് ചെയ്ത് എഴുതിയ 2 നല്ല പുസ്തകമുണ്ട്. പിന്നെ ഹ്യൂമർ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത നമ്മുടെ ഇന്നസെൻ്റാണ് ക്യാൻസർ വാർഡിലെ ചിരി. അത് വാസ്തവം പറഞ്ഞാൽ അതൊരു ലോകപ്രശസ്തമായ ബുക്കായിട്ട് മാറ്റേണ്ടതാണ്. അദ്ദേഹത്തിന് എനിക്ക് അടുത്തറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ എൻ്റെ സഹപ്രവർത്തകനാണ്, അതുകൊണ്ട് എനിക്ക് അടുത്തറിയാം. സെൻസ് ഓഫ് ഹ്യൂമർ സൂപ്പർബ് അങ്ങയുടെ. താങ്കൾക്ക് ഇങ്ങനെ ഓർക്കാൻ കഴിയുന്ന ഗുരുനാഥന്മാർ, ഡോക്ടർമാർ, സഹപ്രവർത്തകർ, ഇങ്ങനെ ചിലരെ ഓർക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഗുരുനാഥന്മാരെല്ലാം ഒരു 100 പേരെ എടുത്താൽ 70 പേരും സ്കൂളിൽ പഠിപ്പിച്ചവരാണ്. അതായത് നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു വലിയ കൊട്ടേഷൻ ഉണ്ടല്ലോ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അതായത് വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയട്രിയിൽ നിന്ന് എടുത്തതാണ്. അമേരിക്കയിലെ ഒരു മ്യൂസിക് ഗ്രൂപ്പുണ്ട് ബീച്ച് ബോയ്സ്, നമ്മുടെ ഇൻ്റർനെറ്റിലിട്ടാൽ കാണാതെ. ബീച്ച് ബോയ്സിൻ്റെ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് മാൻ. അതായത് ദ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ഓഫ് എ മാൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ ഹിസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം മോഡൽ സ്കൂളിലായിരുന്നല്ലോ. അപ്പോൾ നല്ല മാതൃകാധ്യാപകന്മാരുണ്ടായിരുന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അർത്ഥശൂന്യമായ ആർഭാടങ്ങൾക്കൊന്നും യാതൊരു കാര്യമില്ല, എങ്ങനെയാണ് ഒരു
ഹൈ തിങ്കിങ് ആൻഡ് ലോ ലിവിങ് വിൽ മേക്ക് യു എ പെർഫെക്റ്റ് പേഴ്സൺ. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം നേരെ തിരിച്ചല്ലേ, നമ്മൾ ഹൈ ലിവിങ് ആൻഡ് ലോ തിങ്കിങ് ആണ്. ഇതൊക്കെ അവിടുന്ന് പഠിച്ചാണ്. ഇപ്പോഴും അതിനെ പലതരത്തിൽ തന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് കയറിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രശസ്തരായ ഒരുപാട് അധ്യാപകരെയൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ KN Pai, ഡോക്ടർ PKR വാര്യർ, ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ GK വാര്യർ. അവരൊക്കെയാണ് ഇപ്പോഴും ഞങ്ങളെ സ്വാധീനിക്കുന്നത്. ഇപ്പോഴും അമേരിക്കക്കാരന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ഡോക്ടേഴ്സിനാണ്. ഇപ്പോൾ ഒരു 10 ഡോക്ടർമാർ അവിടെ ഉണ്ട്. ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന്, ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന്, ഒരാൾ അമേരിക്കക്കാരനും, ഒരാൾ നൈജീരിയനും, ഒരു ചൈനക്കാരനും, ജപ്പാനും, ഒരു ഇന്ത്യക്കാരനും, എല്ലാവരും ഇന്ത്യക്കാരനായിരുന്നു. അതിൻ്റെ കാരണം ഈ കോഗ്നേറ്റീവ് സ്കിൽസ് ഞങ്ങൾക്കാണ് കൂടുതൽ. ഞങ്ങളെ പഠിപ്പിച്ച സാറന്മാരൊക്കെ ഒരു രോഗിയുടെ കേട്ടുകൊണ്ടിരുന്നിട്ട് 3-4 ഘട്ടങ്ങളിൽ കൂടെയാണ് രോഗനിർണയം നടക്കുന്നത്. എന്നാൽ രോഗിയുടെ രോഗചരിത്രത്തിൽ നിന്ന് കിട്ടും, പിന്നെ ലാബ് റിസൾട്ട് നോക്കും, ഇൻറ്റ്യൂറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഉൾക്കാഴ്ച എടുക്കും, എന്നിട്ടാണ് 4ാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ രോഗനിർണയം വരുന്നത്. ഈ ഒരു ആർട്ടിൽ കൂടിയാണ് ഞങ്ങളൊക്കെ വന്നത്. ഇപ്പോഴും ഞങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ ജീസസിൻ്റെ കൂട്ടിരുന്ന പേഷ്യൻ്റൊക്കെ വേറെ എങ്ങും പോകാതെ 5 കൊല്ലം എൻ്റെ പേഷ്യൻ്റായിരുന്നതും ആണി കൊണ്ട് കുരിശുണ്ടാക്കി സമ്മാനിച്ചതൊക്കെ. വേറൊരു കവിയത്രിയുണ്ട്. അവരുടെ ഒരു കവിതാ സമാഹാരത്തിൽ MV പിള്ള എന്നും പറഞ്ഞൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവരെ ചികിത്സിക്കാനായിട്ട് രാജവെമ്പാലയുടെ നാട്ടിൽ നിന്നൊരു ഡോക്ടർ വന്നു. അവരുടെ ഓരോ ക്യാൻസറും വരുമ്പോൾ മറ്റേ ക്യാൻസറിനെ തിന്നിട്ടാണ്. ശരിയായിരുന്നു. അവർക്ക് ആദ്യം ഒരു കോളോൺ ക്യാൻസർ ആയിരുന്നു. അതിരുന്നപ്പോഴത്തേക്ക് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് കോളോൺ ക്യാൻസർ ക്യൂറായി. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ മുക്കാലായപ്പോഴത്തേക്ക് ലങ് ക്യാൻസർ വന്നു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ക്യൂറായി. അത് കഴിഞ്ഞ് ലങ് ക്യാൻസർ 3 ക്യൂറായി. ഇവർ അവാർഡ് വിന്നിങ് പോയട്രസ് ഉണ്ട്, വാണ്ട ഷോർട്ട്റേഡ്സ്. അപ്പോൾ അവരൊരു കവിത എഴുതി MV പിള്ള നമ്മൾ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് അവർ സ്വപ്നത്തിൽ കണ്ടുപോലും രാജവെമ്പാലയുടെ നാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ വന്നു. രാജവെമ്പാലയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റു പാമ്പുകളാണ്. ഒരു പാമ്പിനെ തിന്ന് ഒന്നൊന്നായി എൻ്റെ ക്യാൻസറെല്ലാം ഭേദപ്പെടുത്തി തന്നു. ഇങ്ങനെ ചില നല്ല രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ മറ്റു താല്പര്യങ്ങൾ എന്തെല്ലാമാണ്? സാഹിത്യം, സംഗീതമൊക്കെ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. യാത്ര എനിക്ക് വലിയ ഇഷ്ടം. ഞാനിപ്പം കാശ്മീരിൽ വന്നേ ഉള്ളൂ. ഞങ്ങളിനിയിപ്പോൾ അടുത്തത് അതിൻ്റെ ഇടയിൽ ചോദിക്കാൻ പറ്റുമോ, കൽഹനെ കുറിച്ച് ഡോക്ടർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കൽഹനെ കുറിച്ച് ബുക്കാൻ കാരണം എൻ്റെ ഒരു ബന്ധുവാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അവരുടെ ധാരണ എനിക്ക് എല്ലാ ജേർണലിസ്റ്റിനെയൊക്കെ നല്ല ശരിയാണ്. എനിക്ക് ജേർണലിസം വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ബുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ അന്ന് കലാകൗമുദിയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു NRS ബാബുവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ ബാബുവിനോട് ചോദിച്ചു. ബാബു പറഞ്ഞു, മണി ഞാൻ ശരിയാക്കി തരാം. ബാബു നമ്മുടെ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഡോക്ടർ തമ്പാനെ ഏൽപ്പിച്ചു. തമ്പാനെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല ബുക്കാക്കി. അവസാനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് കാരണക്കാരൻ താങ്കളല്ലേ, ഒരു പേജിലെങ്കിലും എന്തെങ്കിലും നോട്ട്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പൂച്ചയ്ക്ക് എന്താണെന്നായി പൊന്നൊരുക്കുന്നിടത്ത് കാര്യം, ഇത്രയും മഹത്തായ ഒരു കൃതിയിൽ ഞാനത് എഴുതി മോശമാക്കണം. അല്ലല്ല, അതിനകത്ത് ചരിത്രപരമായൊരു സത്യമുണ്ട്. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇറങ്ങില്ല. ആയിക്കോട്ടെ. അങ്ങനെ ഞാനൊരു 1.5 പേജിൽ പഴയ ആ കൊട്ടേഷൻ്റെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അതവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, ക്രിയേറ്റിവിറ്റി നന്ന സമയത്ത് അതിനകത്ത് 1.5 പേജിലൊരു പ്രീഫേസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നത്, ഞാനിപ്പോൾ കാശ്മീരിൽ പോയപ്പം ശ്രീനഗറിൽ നിന്ന് ഞങ്ങൾ പല സ്ഥലങ്ങളും പോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ഫ്രീ ആയിട്ട് ചുമ്മാ ലൈബ്രറി, അവിടെ ഈ കൽഹൻ്റെ ബുക്കിൻ്റെ എല്ലാ ഭാഷകളിലും തർജ്ജമയുണ്ട്. ആ തർജ്ജമയിലെ ഒരു പേരിൽ എൻ്റെ പേര് ഞാൻ അവിടെ കാണാൻ പറ്റി. അപ്പോൾ രാജാരംഗണിയുടെ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആകപ്പാടെ ഒരു പേജാണ് കുത്തിക്കുറിച്ചേ ഉള്ളൂ. പക്ഷേ അതിന് അവിടെ ഒരു സ്റ്റോറേജ് കിട്ടിയതിൽ എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ ഈ നമ്മൾ പറയാറില്ല, ലിറ്ററ മാനെ എന്ന് പറയും. എഴുതുന്ന ലിപികൾ ഒരിക്കലും മരിക്കില്ല. പറയുന്ന സ്വരവും ശബ്ദമൊക്കെ അങ്ങ് മാഞ്ഞു പോകും. പക്ഷേ ലിറ്ററ മാനെ എന്ന് പറയുന്നത് എഴുതി വയ്ക്കുന്നത് ഒരിക്കലും നശിക്കില്ല എന്ന് പറയും. ഗ്രീക്കാണോ? ലാറ്റിൻ. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചാണ്. ഇപ്പോൾ ആ എഴുതി വെച്ച് 4 പേജേ ഉണ്ടെങ്കിലും അത് നശിക്കാതെ അവിടെ കാണും. ഞാൻ പോയാലും ഈ ഭൂമി കാണും. താങ്കളുടെ അനന്തരന്മാരുടെ സിനിമകളെക്കുറിച്ച് എങ്ങനെയാണ്? അത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നത്? അയ്യോ, അവരെനിക്ക് എൻ്റെ മക്കളെ കൂട്ടില്ല. അവരെയൊക്കെ ഞാൻ ഞങ്ങളുടെ തോളത്തിട്ടാണ് അവരൊക്കെ വളർന്നിട്ടുണ്ട്. എപ്പോഴും അവരതിൻ്റെ സ്നേഹബഹുമാനം, ആ സ്നേഹ ബഹുമാനങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഒരുപാട് തമാശ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ ഇന്ദ്രൻ രാജുവൊക്കെ എന്നോട് ചോദിക്കും, മാമ എൻ്റെ സിനിമ എല്ലാം കണ്ടെന്ന്. ഞാൻ പറഞ്ഞിടയൊക്കെ വീണ്ടും 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 കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അത്രയ്ക്ക് ഇഷ്ടമാണോ? ഞാൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, ഞാനിത് കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെയും റിവ്യൂൻ്റെ കാണും, പിന്നെയും ഉറങ്ങും, പിന്നെയും ഉറങ്ങും. അങ്ങനെ തമാശ. പക്ഷെ നല്ല നല്ല സിനിമകളാണ്. ഞാൻ തമാശയായിട്ട് പറയുന്നുള്ളൂ. പണ്ട് ആരാണ്ടോടെ ഇടയകന്യകയെ പോകുക നീ എന്നുള്ള പാടിയപ്പോഴത്തേക്ക് ഓൺസ് മോർ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചു, ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ശരിയായില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. ഇവരെ ഒരുപാട് വെർസറ്റൈലാണ്. അവരുടെ ടാലൻ്റൊക്കെ പുറത്തു വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇന്ദ്രിയത്ത് സോ വെർസറ്റൈൽ. രാജു ഒരു ശരിയൊരു ഇൻ്റലക്ച്വലാണ്. അവൻ്റെ ദ ബെസ്റ്റ് പ്രൊഡക്ഷൻസ് ആർ യെറ്റ് ടു കം. ഹി മേ റൈറ്റ് ദ സ്ക്രിപ്റ്റ്, ഹി മേ ഡയറക്റ്റ് ഇറ്റ്. ഞാൻ അങ്ങനെ മലയാള സിനിമയിൽ ഇന്ദ്രനെയും രാജുവിൻ്റെയും കൂട്ട് കണ്ടത് മുരളിയാണ്, മുരളി ഗോപി. സോ വെർസറ്റൈൽ. മുരളി കവിത എഴുതും, കവിതയ്ക്ക് കാരിക്കേച്ചർ വരയ്ക്കും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പാടും. ഡോക്ടർ, ഈ പുതിയ തലമുറയിലെ ആളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരെ എനിക്കൊരു പ്രത്യേക സ്ഥാനമുള്ളത് അവരുടെ അമ്മാവനായത് കാരണം ഇങ്ങനെ ആനയ്ക്ക് കിട്ടുന്ന ബഹുമതി ആനക്കാരനും കിട്ടുമല്ലോ, അങ്ങനെ കിട്ടുന്നതാണ്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? നീലക്കുയിലെ ഏത് പാട്ടെടുത്താലും എല്ലാം പി ഭാസ്കരൻ്റെ പാട്ടുകളാണ്.
മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും. ഡോക്ടറുടെ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത്? അത് നല്ല ചോദ്യമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രീ TN ജയചന്ദ്രൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതാൻ ഞാനാണ് കാരണക്കാരൻ. അദ്ദേഹം എൻ്റെ കൂടെ വന്ന് താമസിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെ അഭിമുഖം ചെയ്തു. അദ്ദേഹം നല്ലൊരു ഇൻ്റർവ്യൂവറാണ് ശ്രീ TN ജയചന്ദ്രൻ. പുള്ളി അത് കാര്യമായിട്ടെടുത്തു. എവിടെ നിന്ന് പുള്ളി വലിയ VIPs കൊണ്ടൊക്കെ എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പം നന്നായിട്ടൊന്നും എൻ്റെ സമകാലിക മലയാളത്തിൻ്റെ ഒരു പങ്ക്തിയായിരുന്നു. അവസാനത്തെ പേജിൽ പേജിലുണ്ട്. അവിടേക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ബുക്ക് ഡോക്ടർക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയുള്ള അവിവേകമൊന്നും കാണിക്കല്ലേ, അതിനുവേണ്ടിയുള്ള മഹത്വമൊന്നും എനിക്കില്ല. അല്ലല്ല, ഈ ഒരു ആശയം ഡോക്ടറാണ് പറഞ്ഞതെന്ന്. അതുകൊണ്ട് ആ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പേരുണ്ട്, അതാണ് ഈ ചോദ്യം ചോദിച്ചത്, സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും കഷ്ടം എന്നോട് തന്നെ ചോദിച്ചു ചോദ്യം, ഡോക്ടറുടെ വീക്ഷ എന്താണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞതിനേക്കാളും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ പറഞ്ഞ ജീവിതം മനോഹരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വന്നൊരു വലിയ നമ്മൾ ഹൈപ്പർ ക്രിട്ടിക്കലാണ്. ഈ ക്രിട്ടിക്കലാകുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയാം, ആരും റിസ്ക് എടുക്കില്ല. റിസ്ക് എടുത്തെങ്കിലേ എന്തിനെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കൂ, ഞാൻ ഒരു പാർട്ടിയും കുറ്റം പറഞ്ഞില്ല. എല്ലാ പാർട്ടികളിലും 2ാം നിര 3ാം നിര എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം 1ഓ 2ഓ വ്യക്തികളാണ് ഈ പാർട്ടിയെല്ലാം നിൽക്കുന്നത്, അല്ലേ? 2, 3, 4 നിരകളിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ശൂന്യമാണ്. ഇനി അഥവാ ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഡെപ്ത് ഓഫ് നോളജ്, വിഷൻ, ദർശനം ഇതൊന്നും കാണുന്നില്ല. അവർ ഈ വഴക്കിടുന്നതല്ലാണ്ട് വേറെ കേരളത്തിൻ്റെ ഉന്നമനത്തിൽ ഇന്ന പരിപാടികൾ എനിക്കുണ്ട് എന്ന് പറയാനുള്ള കഴിവുള്ള എത്ര പേരുണ്ട്? പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ഞാൻ കരുണാകരൻ സാറിൻ്റെയൊക്കെ ഡോക്ടറായിരുന്നതാണ്. ഞാൻ അവരോട് 1-2 കാര്യങ്ങളിൽ നിങ്ങൾ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കണം. എന്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് അറിയിക്കണം. പിന്നെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് പറയണം. ക്രിയേറ്റീവ് ക്രിറ്റിസിസം കൊണ്ടുവരണം. ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയണം. അപ്പം നിങ്ങൾക്കും കൂടെ പങ്കെടുക്കല്ലേ. അപ്പോൾ അവർക്കറിയാം അവർ ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ നയപരിപാടിക്കെതിരായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പുതിയ ശൈലി കൊണ്ടുവന്നെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഞാൻ കാണുന്നൊരു വലിയ പ്രശ്നം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ടൈം വാരികയിൽ ആർട്ടിക്കിളാണ്, വേർ ഈസ് അവർ ഡെമോക്രസി ഹെഡിങ് എന്ന് പറയും. അറൗണ്ട് ദ വേൾഡ് ഡെമോക്രസി ഈസ് ഹെഡിങ് ഫോർ എ ബിഗ് കൊളാപ്സ്. ട്രംപായാലും കൊള്ളാം, അല്ലെങ്കിൽ നെതന്യാഹു ആണെങ്കിലും കൊള്ളാം, നമ്മുടെ അയൽപക്കത്തെ ബംഗ്ലാദേശിലെ ഹസീനകൾ എല്ലായിടത്തും ആടിയിരിക്കുകയാണ്. ഈവൻ ഒളിഗാർക്കിയിൽ പോലും ചൈനയെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ടേം ലിമിറ്റ് എടുത്ത് കളഞ്ഞു. ഷീ ജിൻപിങ് കാണിക്കുന്നത് അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടിരിക്കാൻ പോകണം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് വരികയാണ് അറൗണ്ട് ദ വേൾഡ്. അപ്പം ഇംഗ്ലണ്ടിൽ പോലും ഇപ്പോഴത്തെ ഭരണാധികാരികളെല്ലാം ഇന്ത്യൻ വംശജനാണ്. അയർലൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ വംശജനാണ്. പോർച്ചുഗലിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ വംശജനാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ തന്നെ 2ാം നിരയിൽ മുന്നിലേക്ക് വരാൻ കഴിയുള്ള ദീർഘദർശനവും ബുദ്ധിശക്തിയും നേതൃപാഠമുള്ളവർ കുറഞ്ഞു വരികയാണ്. ഇതെനിക്ക് തോന്നുന്നത് മീഡിയ കൊണ്ടുവരുന്ന ഹൈപ്പർ ക്രിട്ടിക്കൽ സ്റ്റാൻസിൽ നിന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ചെയ്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ വലിച്ചു കീറും എന്നുള്ളത്. അത് ശരിയല്ല. നമ്മളെ കുറച്ച് തെറ്റുകൾ വരട്ടെ, കുറച്ച് തെറ്റുകൾ ചെയ്ത് ടോട്ടാലിറ്റിയിൽ വേണം അവരെ വിലയിരുത്താൻ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വളരെ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ആരും നോബഡീസ് പെർഫെക്റ്റ്. നമ്മുടെ കവികളൊക്കെ പറയാറില്ലേ, കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നുടെ താത, 1,00,000 മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ 1, 2 എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്. ചങ്ങമ്പുഴ പറഞ്ഞെന്താണ്, കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമൊക്കെ എത്രയായാലും മനുഷ്യരല്ലേ. ഈ വരികളൊക്കെ എനിക്ക് വന്ന് വളരുന്ന തലമുറ ശ്രദ്ധിക്കേണ്ടാവും. രാഷ്ട്രീയത്തിൽ പോലും ഇങ്ങനെ കടുത്ത വിമർശനത്തിൽ നിന്ന് മാറി ഒരു ക്രിയാത്മകമായ വിമർശനത്തിലോട്ട് മാറാതെ നമ്മുടെ ജനാധിപത്യത്തിന് ഒരു ഭാവി ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? പിന്നെതാ ഭാസ്കര മാഷിൻ്റെ തന്നെ ആയിക്കോട്ടെ. കരിമുകിൽ കാട്ടിലെ രജനി തൻവീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. എന്തെങ്കിലും ഡോക്ടറുടെ സേവനം പൂർണ്ണമായി കേരളത്തിന് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവുമോ? അല്ല, ഞാൻ തിരിച്ചു വരുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഇവിടെ അല്ലേ. ഇപ്പം എത്ര 40 അണ്ണാൻ കുഞ്ഞിനും തന്നാലായി ഞാൻ അന്നും ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്, എന്നും ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ള, ഇനിയത്തെ കാലത്ത് നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും വയലോപ്പിള്ളയുടെ ആ കവിതയില്ലേ, ഏത് ധൂസര ഭൂമിയിൽ വളർന്നല്ലേ, മനസ്സിലൊപ്പം കൊന്നപ്പൂവും വിശുദ്ധി ഉണ്ടായിരുന്നാൽ മതി, നമുക്ക് ഈ നാടിനെ സേവ് ചെയ്യാം. ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വരാതിരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. കാരണം ഒരുപാട് പേരുടെ അവസരങ്ങൾ നമ്മൾ ഇല്ലാതാക്കുന്നല്ലോ. 2 മുഖ്യമന്ത്രിമാർ എനിക്കിവിടെ വലിയ ഉയർന്ന ഉദ്യോഗം തന്നു, ഓഫർ ചെയ്തു. അവരോട് എന്നോട് സ്നേഹം കൊണ്ടാണ്. അപ്പം ഞാൻ വിനയപൂർവ്വം നിരസിച്ചതിൻ്റെ കാരണം ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വരാൻ കിട്ടാവുന്ന ചാൻസാണ്. ഞാനീ മൂക്കിൽ പല്ല് വന്ന സമയത്ത് ഇവിടെ വന്ന് അവരുടെ തലയിൽ കയറിയേണ്ട പല്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അമേരിക്കയിൽ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ വിനയപൂർവ്വം 2 മുഖ്യമന്ത്രിയോടും പറഞ്ഞു, ഈ സ്ഥാനത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം
ഇവിടെ വന്ന ഒരു ഉദ്യോഗമെടുത്ത് ഈ സേവനം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും നമുക്ക് നമ്മുടെ നാടിനോട് സ്നേഹവും ബഹുമാനവും താല്പര്യവും ഈ നാടിൻ്റെ ഉന്നമനത്തിൽ ഒരു അഭിവാഞ്ചയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പം അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ സമയം ഉണ്ടായിരുന്നെ പറയുന്നത്. ഒരുപാട് മലയാളികൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഗൾഫിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. ആരും അറിയുന്നില്ലെന്നുള്ള കാരണം അവർ അറിയണമെന്ന് അവർക്കും ആഗ്രഹമില്ല. അതൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ പഴയ തമിഴ് സിനിമയുടെ പേരുണ്ട് എങ്കിരുന്നാലും വാഴുക. അവരെവിടെ നിന്നാലും കുഴപ്പമില്ല, അവർ കേരളത്തിനെ ഒന്ന് പരിഗണിച്ചാൽ മതി. ആ കാര്യത്തിൽ ഞാൻ ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടെങ്കിലും ഈ ലോക കേരള സഭയും നോൺ റെസിഡൻറ്റ് കേരളയിലും ഒക്കെ നല്ല ആശയങ്ങളാണ്. അത് നമ്മളെ വിമർശിച്ചില്ലാതാക്കരുത്. ഇംഗ്ലീഷിൽ ചൊല്ലില്ലേ, ഡോണ്ട് ത്രോ ദി ബക്കറ്റ് വിത്ത് ദ ബേബി ഇൻ ഇറ്റ്. കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഈ കുളിത്തൊട്ടി വലിച്ചെറിയതെന്ന്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആ ആശയങ്ങളെ ഇപ്പം ചിലവ് കൂടിയാണെങ്കിൽ ഇനി 3 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരിക വേണ്ട. ഈ പുതിയ ഗൂഗിളിൻ്റെ ഹെഡ് ഗിയർ വെച്ചുള്ള സൂം മീറ്റിങ്ങിൽ നമ്മളിവിടെ ഇരിക്കുന്നവരായിരിക്കും. 3D ആണ് വരുന്നത്. ഹെഡ് ഗിയർ വെച്ചാൽ വരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് കാണാം, ശശികുമാരൻ എനിക്ക് കാണാം. നമ്മളിങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പോൾ എവിടെ ഇരുന്നാലും എന്താ എത്ര മണിക്കൂറാണ്, 1 രൂപ പോലും ചിലവാത്ത മീറ്റിങ്ങുകളൊക്കെ സൂം മീറ്റിങ്ങൊക്കെ വരാൻ പോകും. അപ്പോൾ ചിലവൊക്കെ ഇനിയും കുറഞ്ഞേ വരുള്ളൂ. പക്ഷേ ആ സ്പിരിറ്റ്, ആ വിളക്ക് കെടാതിരിക്കണം. അതാണ് പഴയ ഒരു കവിതയില്ലേ, വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്നാണ്. നമ്മുടെ കയ്യിൽ വിളക്കുണ്ടായിരിക്കണം, എന്നാലേ വിശ്വം ദീപമയായിരിക്കുള്ളൂ. വളരെ സന്തോഷം. എന്തായാലും നിരവധി ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകാൻ ഇതുപോലെ ഡോക്ടർക്ക് ഇനിയും കഴിയട്ടെ. മലയാളികൾക്ക് അഭിമാനമായി ആ സേവനം തുടരട്ടെ. അതോടൊപ്പം ഇത്രയും സമയം ആകാശവാണിയിൽ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. എൻ്റെ ഒരു പ്രത്യേക സന്തോഷം അറിയിക്കേണ്ടത്, ഇവിടുന്നാണ് എന്തെങ്കിലുമൊക്കെ പൊതുവിജ്ഞാനം നേടിയെടുത്തത്. ആ പൊതുവിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ആകാശവാണിയോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. ബാലലോകത്തിനോടും രശ്മിയോടും എന്നെ തേടിപ്പിടിച്ചിവിടെ കൊണ്ടുവന്ന ശശികുമാറിനോടും പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഡോക്ടർ MV പിള്ള അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിനോദ് കല്ലറ.